നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വികസന പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുമെന്ന പ്രഖ്യാപനത്തോടെ അറബ് ആഫ്രോ ഉച്ചകോടി സമാപിച്ചു. ആഫ്രിക്കൻ മേഖലയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കുവൈത്ത് അമീർ. സൗദി അറേബ്യയിൽ നിദാഖാത്ത് പരിശോധന തുടരാൻ അബ്ദുള്ള രാജാവിന്റെ നിർദ്ദേശം. നിയമവിരുദ്ധമായി തങ്ങുന്ന അവസാനത്തെ വിദേശിയെയും കയറ്റി അയക്കുന്നതുവരെ പരിശോധന തുടരും. ഇന്ത്യയിൽ നിന്നുള്ള വീട്ടുവേലക്കാർക്കായി സൗദികൾ റിക്രൂട്ടിംഗ് ഏജന്റുമാരെ സമീപിച്ചു തുടങ്ങി. ഗാർഹിക തൊഴിൽ കരാർ വൈകാതെ പ്രാബല്യത്തിലാകുമെന്ന പ്രതീക്ഷയിൽ സ്വദേശികൾ. ജെറ്റ് എയർവേസിന്റെ 24% ഓഹരി ഇത്തിഹാദ് എയർവേസിന് കൈമാറി. കരാർ പ്രാബല്യത്തിലായി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആര് എപ്പോൾ എവിടെ ചാടുമെന്ന് പറയാനാവില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. എല്ലാവരും വേലിപ്പുറത്തു തന്നെ. UDFന്റെ പ്രവർത്തനത്തിലുള്ള അതൃപ്തി മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി ചർച്ച ചെയ്തു. IPL വാതുവെപ്പ് കേസിൽ ശ്രീശാന്ത് അടക്കം താരങ്ങൾക്ക് മേൽ മക്കോക്ക ചുമത്തിയേക്കും. മക്കോക്ക ചുമത്തിയത് റദ്ദാക്കിയ ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിലാണ് ഇത്. ആദ്യ കുറ്റപത്രം അനുസരിച്ച് മക്കോക്ക ചുമത്താൻ വകുപ്പില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഡൽഹി പോലീസിന്റെ വാദം തള്ളിയത്. എന്നാൽ പിന്നീട് നൽകിയ കുറ്റപത്രത്തിൽ ശ്രീശാന്ത് ഉൾപ്പെടെയുള്ള താരങ്ങൾക്കെതിരെ മക്കോക്ക ചുമത്താൻ ആവശ്യമായ തെളിവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തത്. അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിം അടക്കമുള്ളവർ പ്രതികളായ കേസാണ് IPL വാതുവെപ്പെന്ന് ഡൽഹി പോലീസ് സുപ്രീം കോടതിയിൽ വാദിച്ചു. ഒത്തുകളി കേസിൽ കടുത്ത നിയമം ബാധകമാക്കണമെന്ന വാദം സുപ്രീം കോടതി അംഗീകരിക്കുകയായിരുന്നു. ശ്രീശാന്ത് അടക്കമുള്ളവർക്ക് നേരെ മഹാരാഷ്ട്ര സംഘടിത കുറ്റകൃത്യ നിയമം അഥവാ മക്കോക്ക നിയമം ചുമത്തിയ ഡൽഹി ഹൈക്കോടതി വിധിയാണ് ഇതോടെ ഇല്ലാതായത്. IPL വാതുവെപ്പുകാരൻ ഷക്കീൽ മുഹമ്മദിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഷക്കീലിനോട് കോടതിയിലെത്തി ജാമ്യം നേടാൻ ജസ്റ്റിസ് TS താക്കൂർ, വിക്രംജിത്ത് സെൻ എന്നിവർ അടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. വിധി സ്റ്റേ ചെയ്തതോടെ ശ്രീശാന്ത് അടക്കം 3 താരങ്ങളും വാതുവെപ്പുകാരും മക്കോക്ക നിയമപ്രകാരമുള്ള അന്വേഷണ നടപടികളാവും നേരിടേണ്ടി വരിക. കേസ് ഡൽഹി പാട്യാല കോടതി പരിഗണിക്കുന്നതിനിടയിലാണ് സുപ്രീം കോടതി വിധി. ലിജോ വർഗീസ്, മീഡിയ വൺ, ഡൽഹി. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റ് ചർച്ചയ്ക്കെടുക്കുന്നത്. ദേശാഭിമാനി സ്പോർട്സ് ലേഖകൻ സുദേശ്, ഒപ്പം ചന്ദ്രിക സ്പോർട്സ് എഡിറ്റർ കമാൽ വരദൂർ, S അജിത് കുമാർ, KCA മുൻ സെക്രട്ടറി PR പ്രവീൺ, സ്പോർട്സ് ജേർണലിസ്റ്റ് കുവൈത്തിൽ നിന്നും, ഒപ്പം അഡ്വക്കേറ്റ് രാംകുമാർ ടെലിഫോൺ ലൈനിലും ചേരുന്നു. ആദ്യം സുദേശിലേക്ക്. സുദേശ്, മക്കോക്ക വീണ്ടും ചുമത്തപ്പെടും എന്ന അവസ്ഥ വന്നിരിക്കുന്നു. ഇത് നീതീകരിക്കാവുന്നതാണോ? എങ്ങനെയാണ് ഇത് ശ്രീശാന്തിനെ ബാധിക്കാനിരിക്കുന്നത്? ശ്രീശാന്തിനെ സംബന്ധിച്ച് നീതീകരിക്കാനാവുന്ന ഒരു തീരുമാനമാണ് ഇതെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഈ കേസിൻ്റെ ഈ ഘട്ടം ഘട്ടമായി പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ ഈ കേസ് ശ്രീശാന്തിലേക്ക് അല്ലെങ്കിൽ ശ്രീശാന്തിലേക്കും ചന്ദിലയും ചവാനയും പോലുള്ള ഏതാനും കളിക്കാരിലേക്കും മാത്രം ഒതുങ്ങുന്നു എന്ന് കാണേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അവരെ മാത്രം കുറ്റക്കാരെ ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നു എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വാതുവെപ്പിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ IPLൻ്റെ പേരിൽ പലരും വിവാദ ചുഴിയിൽ അല്ലെങ്കിൽ സംശയത്തിൻ്റെ നിഴലിൽ വന്നു. BCCI പ്രസിഡന്റ് ശ്രീനിവാസൻ അടക്കമുള്ളവർ, മെയ്യപ്പനെ പോലെ ശ്രീനിവാസൻ്റെ മരുമകൻ അടക്കമുള്ളവർ, ധോണി അടക്കമുള്ള ഇന്ത്യൻ ക്യാപ്റ്റനായ ധോണി വരെ സംശയത്തിൻ്റെ നിഴലിൽ വരികയും അല്ലെങ്കിൽ സംശയകരമായ സാഹചര്യത്തിൽ കാണപ്പെടുകയും ചെയ്തെങ്കിലും അവർക്കെതിരെയൊന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ കാണുന്നു. ഒരു ഘട്ടത്തിൽ BCCI പോലും ആദ്യം ശ്രീശാന്ത് കുറ്റക്കാരനെന്ന് വിധിക്കപ്പെട്ടപ്പോൾ വളരെ ശ്രീശാന്തിനെതിരെ തികച്ചും നെഗറ്റീവായ രീതിയിൽ പ്രതികരിച്ച BCCI പിന്നീട് കേസ് വഴിമാറുന്നു, അല്ലെങ്കിൽ കുറേ കൂടി വമ്പന്മാർ കൊടുങ്ങുന്നു എന്ന ഘട്ടമെത്തുമ്പോൾ സ്വാഭാവികമായും അവരുടെ പ്രതികരണം വളരെ ലൈറ്റാവുകയും ഒരു ഘട്ടത്തിൽ BCCI ലൈഫ് ബാൻ ഏർപ്പെടുത്താൻ പോകുന്നു, ശ്രീശാന്തിന് ലൈഫ് ബാൻ ഏർപ്പെടുത്താൻ പോകുന്നു എന്ന രീതിയിലുള്ള വാർത്തകളുണ്ടായെങ്കിലും ഔദ്യോഗികമായി ഇതുവരെ ശ്രീശാന്തിനെതിരെ അത്തരമൊരു ബാൻ നിലവിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ ശ്രീശാന്തിന് കളിക്കാനാവുന്നില്ല. ആ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം 12-ന് സുപ്രീം കോടതിയിൽ നേരത്തെ കീഴ്ക്കോടതി ഈ മക്കോക്ക ചുമത്തുന്നത് തടഞ്ഞ ഒരു സാഹചര്യത്തിൽ ഡൽഹി പോലീസ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി ഇപ്പോൾ ശ്രീശാന്തിനെതിരെയല്ല, നേരെ മറിച്ച് ദാവൂദ് ഇബ്രാഹിമിൻ്റെയും ചോട്ടാ ഷക്കീലിനെയും മറ്റും പരിചയക്കാർ അല്ലെങ്കിൽ ഈ ബെറ്റിങ്ങിനിടയിൽ പ്രവർത്തിച്ച ചിലരുടെ പേരിൽ, അവരുടെ സംശയത്തിൻ്റെ സാഹചര്യത്തിൽ അവരുടെ പേരിലാണ് മക്കോക്ക ചുമത്താൻ ഒരുങ്ങിയത്. അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്കെതിരെ വീണ്ടും മക്കോക്ക ചുമത്തപ്പെടുന്നതിനാണ് ഡൽഹി പോലീസ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. സ്വാഭാവികമായും ഈ കേസിൽ ശ്രീശാന്തിനെതിരെയും ഇത് ദോഷകരമായി വരുമെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ മക്കോക്ക ശ്രീശാന്തിനെതിരെ ചുമത്താനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധി നമ്മൾ ശരിക്കും വായിക്കുകയാണെങ്കിൽ മനസ്സിലാകുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ കേസിന് ഒരു
ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി നിരന്തരം ശ്രീശാന്തിൻ്റെ പേര് ഇതിലേക്ക് വലിച്ചഴിക്കപ്പെടുന്നതെന്ന് തോന്നുന്നു. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ശ്രീശാന്തിനെതിരെ നിലനിൽക്കുന്ന കേസ് ജിജു ജനാർദ്ദനൻ എന്ന ബെറ്റിങ്ങിൽ പങ്കാളിയായ അല്ലെങ്കിൽ വാതുവെപ്പിൽ പങ്കാളിയായ സുഹൃത്തുമായി ഫോണിൽ സംസാരിച്ചു എന്നത് മാത്രമാണ് ഡൽഹി പോലീസിന്റെ കുറ്റപത്രത്തിലുള്ളത്. ശ്രീ കമാൽ വരദൂർ, ചില ആളുകളെ ഒഴിവാക്കുന്നു, ചില ആളുകളെ ലക്ഷ്യം വെച്ച് ഉന്നം വെച്ച് ആക്രമിക്കുന്നു, കുടുക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു തോന്നൽ ഉളവാകും വിധമാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് സുദേശ് ഉൾപ്പെടെയുള്ള ആളുകളുടെ നിരീക്ഷണം. അതായത് ഇപ്പൊ നമ്മള് ഈ പന്തയ വിവാദങ്ങൾ മൊത്തം വിലയിരുത്തിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം, വളരെ വ്യക്തമായ തെളിവുകൾ ശ്രീശാന്തിനെതിരെ ഉണ്ട്. നമ്മള് മലയാളി എന്ന നിലയിൽ ശ്രീശാന്തിനെ ന്യായീകരിക്കുമ്പോൾ പോലും ആ മുംബൈ ഹോട്ടൽ ലോബിയിലെ ചിത്രങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ആ വിവാദ മത്സരങ്ങളുടെ ദൃശ്യങ്ങളാണെങ്കിൽ നമ്മൾ മൊത്തം നോക്കുമ്പോൾ പിന്നീട് അദ്ദേഹം ഡൽഹി പോലീസിൽ കൊടുത്ത മൊഴിയാണെങ്കിൽ, അതായത് വളരെ ശക്തമായ തെളിവുകൾ ഉള്ളത് കൊണ്ട് മാത്രം. ഇപ്പൊ ഡൽഹി പോലീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശ്രീശാന്തിനെതിരെയോ അല്ലെങ്കിൽ ഒരു താരത്തിനെതിരെ മാത്രം ലക്ഷ്യം വെച്ചോ അല്ലെങ്കിൽ ടാർഗറ്റഡ് ആയിട്ട് പോകേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വളരെ വ്യക്തമായിട്ട് ഡൽഹി പോലീസ് കഴിഞ്ഞ 3 തവണകളിലായിട്ട് കോടതിയിൽ പറഞ്ഞത് വളരെ വ്യക്തമായ തെളിവുകൾ, സാക്ഷി മൊഴികളെല്ലാം ഉണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മക്കോക്ക എന്ന് പറഞ്ഞിരുന്നത്. എന്തായാലും ഇപ്പൊ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഈ പന്തയ കേസുമായി ബന്ധപ്പെട്ടല്ല നമ്മള് ഈ അടുത്ത് വേറെ, അതായത് ദിലീപ് സർക്കാരെല്ലാം പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു. കാരണം ദാവൂദ് ഇബ്രാഹിമിനെ പോലുള്ളവര് പണ്ട് ഷാർജയിലാണെങ്കിൽ അല്ലെങ്കിൽ പാകിസ്ഥാനിലാണെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിൽ എത്തി തുടങ്ങി ധാരാളം വിവാദങ്ങൾ സമീപകാലത്തായിട്ട്, പഴയ വിവാദങ്ങളാണ് പക്ഷെ സമീപകാലത്തായി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് അധോലോക മാഫിയ വളരെ ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്, ഇപ്പോഴും ഇടപഴകുന്നു എന്നതിനൊക്കെ ചില തെളിവുകൾ ഡൽഹി പോലീസും അതിന്റെ കമ്മീഷണറൊക്കെ കഴിഞ്ഞ ദിവസം, അതായത് ഈ വിവാദം ഉണ്ടായപ്പോൾ പുറത്തുവിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അതായത് നമ്മൾ പലപ്പോഴും ഇപ്പം ശ്രീശാന്തിനെതിരെ ഇപ്പോൾ ആജീവനാന്ത വിലക്കൊന്നു നമ്മൾ മലയാളികൾ അദ്ദേഹത്തെ ന്യായീകരിക്കുമ്പോൾ പോലും എന്തുകൊണ്ട് പോലീസ് കേസ് എടുത്തു അല്ലെങ്കിൽ ശ്രീ കമാൽ വരദൂർ, ഇവിടെ പ്രശ്നം ശ്രീശാന്തിനെ ന്യായീകരിക്കുക എന്നതിനപ്പുറം ഒരു ഇത്തരത്തിലുള്ള കരിനിയമങ്ങൾ ചുമത്താവുന്നതാണോ എന്നതാണ് പ്രശ്നം. അതായത് കരിനിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഡൽഹി പോലീസ് ഇത്തരം ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ നിയമപരമായിട്ട് അതിന്റെ സാങ്കേതികത്വമാണെങ്കിൽ അതിന്റെ ഒരു മൂല്യം ശരിക്കും അവർ അന്വേഷിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ഒരു നിയമ സാധുത അവർ വിലയിരുത്തിയിട്ടുണ്ടാവും. എന്തായാലും മക്കോക്ക തുടങ്ങിയ വകുപ്പിലേക്ക് ഞാൻ നേരത്തെ ഈ ദാവൂദ് ഇബ്രാഹിമിന്റെ കാര്യമെല്ലാം പറഞ്ഞത്. അത്തരം കാര്യങ്ങളിലേക്ക് അവർ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും ശ്രീശാന്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് എന്തിനാണ് ഡൽഹി പോലീസ് നീങ്ങുന്നത്? കാരണം ഡൽഹി പോലീസിന് വളരെ വ്യക്തിഗതമായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ വലിയ ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ഒരു മുൻ കേസോ മുൻ വൈരാഗ്യമോ കാണണം, അത്തരത്തിലൊന്നുമില്ല. പക്ഷെ ഈ പന്തയ വിവാദം പൊട്ടിപ്പുറപ്പെട്ട ഉടനെ തന്നെ വളരെ ശക്തമായിട്ടുള്ള തെളിവുകളുമായിട്ടാണ് ഡൽഹി പോലീസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ വിഷയം, അതായത് മക്കോക്കയിലേക്ക് വരാനൊരു കാരണം ഒരു പക്ഷേ ഡൽഹി പോലീസിന്റെ കൈവശം വളരെ ശക്തമായ തെളിവുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ അതായത് ഹൈക്കോടതി നിരാകരിച്ചിട്ട് പോലും ഒരു സുപ്രീം കോടതിയിലേക്കൊക്കെ പോകണമെങ്കിൽ ഒരുപക്ഷെ അതായത് ഒരു തെളിവുമില്ലാതെ പോലീസിനും പോകില്ലല്ലോ എന്തായാലും. തീർച്ചയായും താങ്കളുടെ നിലപാട് വ്യക്തമാണ്. ശ്രീ കമൽ വരദൂർ, ദയവായി ടെലിഫോൺ ലൈനിൽ തുറക്കുക. ശ്രീ PR പ്രവീൺ ഇപ്പോൾ കുവൈത്തിൽ നിന്ന് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. പ്രവീൺ, ഇവിടെ മക്കോക്ക ചുമത്തപ്പെട്ടതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. മക്കോക്ക ചുമത്താവുന്ന രീതിയിൽ ഒരു ഇത്തരത്തിലുള്ള കരിനിയമങ്ങൾ ചുമത്താവുന്നതാണോ ഈ കുറ്റങ്ങൾ? ശ്രീ കമാൽ വരദൂർ പറയുന്നു ഇതിൽ വലിയ തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അധോലോക ബന്ധങ്ങൾ ഉണ്ട്. ആ നിലയ്ക്ക് മക്കോക്ക ചുമത്താൻ കഴിയുന്നു. അതുമാത്രമല്ല, അത് സുപ്രീം കോടതി വരെ കൊണ്ടുപോകാൻ പോലീസ് ശ്രമിക്കുമ്പോൾ, പോലീസ് എത്തിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും തെളിവുകൾ കൃത്യമായി ഉണ്ടാകും എന്നത് വ്യക്തമാണ് എന്നും. പ്രസാദ്, ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഒരു സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ എല്ലാ സാധ്യതകളും ഈ ഒരു കേസിൽ ഒരുപക്ഷെ ഡൽഹി പോലീസിന് തെളിവുകൾ വഴി ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മക്കോക്ക എന്ന ഈ മുംബൈയിലെ അധോലോകത്തെ ഒതുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമം, ആ നിയമം ഈ ഒരു വിഷയത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായി തന്നെ നിൽക്കുന്നുണ്ട്. വ്യക്തിപരമായി ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഒരിക്കലും ഈ കളിക്കാർക്കെതിരെ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ മക്കോക്ക ചുമത്തേണ്ട ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ഡൽഹി ഹൈക്കോടതി ഈ ഒരു വിഷയത്തിൽ നേരത്തെ കണ്ടെത്തിയ കാര്യവും അത് തന്നെ ആയിരുന്നു. അത്തരത്തിലുള്ള തെളിവുകൾ സമ്പാദിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ മക്കോക്ക പറയുന്നത് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മക്കോക്ക ചുമത്താൻ കഴിയും എന്നുള്ളതാണ്. അത്തരത്തിൽ ശ്രീശാന്ത് കുറ്റസമ്മത മൊഴി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവർ ശേഖരിച്ചിരിക്കുന്ന തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു കുറ്റം ചുമത്താൻ, ശ്രീശാന്തിന്റെ മേൽ ഇങ്ങനെ ഒരു കുറ്റം ചുമത്താൻ സുപ്രീം കോടതി വരെ പോകാൻ പോലീസ് തയ്യാറായത് എന്നുള്ളതും സുപ്രീം കോടതി ഇപ്പോൾ അതിന് അനുമതി നൽകിയിരിക്കുന്നു. പക്ഷേ വ്യക്തിപരമായി ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ ഒരു സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ ഇടയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു കാര്യമാണ്. ദാവൂദ് ഇബ്രാഹിമുമായുള്ള ബന്ധമായിരിക്കും ഒരു പക്ഷേ ഈ ഒരു വിഷയത്തിൽ ശ്രീശാന്തിനെ ഉൾപ്പെടെയുള്ള കളിക്കാരെ മക്കോക്ക ചുമത്തി ജയിലിലടക്കണമെന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. തിരിച്ചു വരാം. ശ്രീ കമാൽ വരദൂർ, താങ്കളും കേട്ട് കാണും പ്രവീണിന്റെ വാദം. ഈ സംശയം തന്നെയാണ് ആദ്യം ഉന്നയിക്കപ്പെട്ടത്.
അതായത് ഇത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ കൺസേൺഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ക്രിക്കറ്റ് എന്ന ഗെയിം നമ്മൾ സച്ചിന്റെ വിരമിക്കലിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ മഹത്വത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഒരു വഴി ആ വഴിയെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളമായി ചർച്ച ചെയ്യുമ്പോഴാണ് ഈ സച്ചിനുമായിട്ട് തന്നെ താരതമ്യം ചെയ്യുമ്പോൾ എത്രയോ ജൂനിയറായ അല്ലെങ്കിൽ നമ്മുടെ ക്രിക്കറ്റിലേക്ക് വളരെ പുതുമുഖമായ ഒരു താരം, അതായത് എന്തൊക്കെ നമ്മളെ മക്കളൊക്കെ മാറ്റി നിർത്തിയാൽ തന്നെ ശ്രീശാന്ത് ചില പന്തേക്കാരുമായിട്ടോ അല്ലെങ്കിൽ അവിഹിതമായ ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് പരമമായ സത്യമല്ലേ? അതായത് അതിന് വളരെ വ്യക്തമായ തെളിവുകളുമുണ്ട്. അപ്പോൾ മക്കളൊക്കെ നമ്മൾ മാറ്റി നിർത്തും. ക്രിക്കറ്റിൽ അവിഹിതമായിട്ടുള്ള ചില സമ്പാദ്യങ്ങളോ അവിഹിതമായ ചില ഇടപെടലുകൾക്കോ ശ്രീശാന്ത് മുതിർന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ മക്കോക്ക എന്ന ഒരു കേസിലോ അല്ലെങ്കിൽ ആ ഒരു നിയമവശത്തോ മാത്രം ഒതുങ്ങി നിൽക്കാതെ ക്രിക്കറ്റിന്റെ വൈഡ് പ്രോസ്പെക്ട് എടുക്കുക, നമ്മൾ വിശാലമായ ഒരു താല്പര്യം എടുക്കുകയാണെങ്കിൽ ശ്രീശാന്തിനെ പോലുള്ള ഒരു താരം ആ വിധം പെരുമാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുറ്റകരമാണ്. അതുകൊണ്ടാണല്ലോ ആജീവനാന്ത വിലക്കുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു, അതായത് ഇപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കൂട്ടിച്ചേർക്കലുകൾ അവിടെ വേണ്ടത്. ഇപ്പോൾ സച്ചിന്റെ ഒരു വൈഡ് ക്യാൻവാസ് നമ്മൾ അവിടെ എടുക്കുക, എന്നിട്ട് ശ്രീശാന്തിലേക്കൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം, അതായത് മക്കോക്കൊക്കെ അദ്ദേഹം അർഹനാണ് എന്നുള്ളത് ഇപ്പോൾ ഡൽഹി പോലീസ് ഏതെല്ലാം ക്ലോസ് പ്രകാരമാണ് സുപ്രീം കോടതിയിലേക്ക് ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെ തന്നെ ആയി കഴിഞ്ഞാലും ഇപ്പം നമ്മളെ മക്കോക്ക മാറ്റി നിർത്തി കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു, അതായത് നമ്മൾ ശ്രീശാന്ത് ഉൾപ്പെടെയുള്ള താരങ്ങൾ ചെയ്തിരിക്കുന്നത് കുറ്റകരമായ അപരാധം തന്നെയാണ്. യെസ്, ശ്രീ സുദേശ്, ഒരു കളിക്കാരൻ പാലിക്കേണ്ട മര്യാദയെക്കുറിച്ചാണ്. അത് സച്ചിനുമായി താരതമ്യം ചെയ്യുക കൂടി ചെയ്യുന്നു ശ്രീ കമാൽ വരദൂർ. തീർച്ചയായും ഇവിടെ ഒരു ശ്രീശാന്ത് തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ കാര്യത്തിൽ അതിൽ ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. എങ്കിൽ പോലും നമ്മൾ ഈ പ്രത്യേക കേസ് വിലയിരുത്തുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ IPLുമായി ബന്ധപ്പെട്ട വാതുവെപ്പും ഒത്തുകളി വിവാദവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും ഇത് ഒരു ചെറിയ അർത്ഥത്തിൽ ശ്രീശാന്ത് എന്ന കളിക്കാരനോ അങ്കിത് ചവാനോ അല്ലെങ്കിൽ അജിത് ചന്ദില പോലുള്ള ചിലരിൽ മാത്രം ഒതുക്കി നിർത്തേണ്ടതല്ല എന്നാണ് പറയുന്നത്. വൻ മത്സ്യങ്ങൾ ഇതിനു പിന്നിൽ അല്ലെങ്കിൽ ഇതിനു പിന്നിലുള്ള വൻ ശക്തികളെ പിടികൂടാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിലവിൽ ഇപ്പോഴും അവരുടെ പ്രേരണയ്ക്ക് വിധേയരായി അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന രീതിയിൽ കളികൾ നടക്കുകയും അല്ലെങ്കിൽ ക്രിക്കറ്റ് ഭരണം നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ നാട്ടിൽ നിലനിൽക്കുന്നു. ഇവിടെ പ്രസാദ് ചോദിച്ചതുപോലെ ഒരു സച്ചിനോടുള്ള ഒരു താരതമ്യം ഒരിക്കലും സാധ്യമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്യപൂർവമായൊരു വ്യക്തിത്വമാണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്നത്. സ്വാഭാവികമായും നമ്മൾ നേരത്തെ കണ്ടതാണ് അസറുദ്ദീനെ പോലുള്ള കളിക്കാർ അല്ലെങ്കിൽ അസറുദ്ദീനെ പോലെ ഏറെക്കുറെ ശാന്തനെന്ന് കരുതുന്ന കളിക്കാർ പോലും ഇത്തരം ഒത്തുകളിയുടെ പേരിൽ പുറത്തുപോയി നമ്മൾ കാണുന്നു. എന്നാൽ ഇവിടെ ശ്രീശാന്ത് ഒരു പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ കളിക്കളത്തിൽ അല്പം രോഷാകുലനായ ഒരു ചെറുപ്പക്കാരനാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ശ്രീശാന്തിനെ കുറ്റക്കാരനാണ് എന്ന് പറയാൻ സാധിക്കില്ല. നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ മാനസികമായ ഒരു പരിശോധന നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായും ഇത്തരം പ്രലോഭനങ്ങൾക്ക് വഴങ്ങുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീശാന്തിൻ്റേത് എന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ വിമർശന ബുദ്ധിയോടുകൂടി കാണുകയാണെങ്കിൽ സുദേശ്, അതിനുള്ള തെളിവുകൾ അവരുടെ കയ്യിലുണ്ട്, പോലീസിന്റെ കയ്യിലുണ്ട്. അത് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടായിരിക്കും കോടതിയും ആ രീതിയിലുള്ള ഒരു നിരീക്ഷണത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവുക. ഇവിടെ ഒരു ഘട്ടത്തിലും ശ്രീശാന്ത് ഞാൻ ഒത്തു കളിക്കാം എന്ന രീതിയിൽ ആരുമായും സംഭാഷണം നടത്തുന്നതോ അല്ലെങ്കിൽ ആ രീതിയിൽ ആരുമായും പണം കൈമാറുന്നതോ ആയ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ അത്തരം ഒന്നുമില്ല. നിലവിൽ ജിജു ജനാർദ്ദനുമായി ബന്ധപ്പെട്ട് ശ്രീശാന്ത് നടത്തുന്ന ടെലിഫോൺ സംഭാഷണവും ഒരു ഹോട്ടൽ ലോബിയിൽ ചില പെൺകുട്ടികളുടെ കൂടെ ശ്രീശാന്തിനെ കണ്ടു എന്നുള്ളതും മറ്റും കൂട്ടി യോജിപ്പിച്ച് ശ്രീശാന്തിനെതിരെ ഒരു കേസ് ഫ്രെയിം ശ്രീശാന്തിനെ ഇവിടെ ന്യായീകരിക്കുകയല്ല, നേരെ മറിച്ച് ഈ കേസിൽ അല്ലെങ്കിൽ മക്കോക്ക ചുമത്താൻ മാത്രം അല്ലെങ്കിൽ ഈ IPLിലെ വാതുവെപ്പിൻ്റെ പേരിൽ ശ്രീശാന്താണ് ഇതിന് ഉത്തരവാദി അല്ലെങ്കിൽ ആ രീതിയിൽ IPLിലെ വാതുവെപ്പിലെ ഏറ്റവും പ്രധാന പ്രതി ഈ കേസിൽ 12ാം പ്രതിയായ ശ്രീശാന്താണ് എന്ന് വരുത്തുന്ന ഒരു രീതിയോടാണ് വിയോജിപ്പ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ശ്രീ കമാൽ വരദൂർ, ശ്രീശാന്ത് വേട്ടയാടപ്പെടുന്നുണ്ട് എന്ന രീതിയിലുള്ള ഞങ്ങളുടെ ഈ ചർച്ചയിലേക്ക് വരുന്ന ഫേസ്ബുക്ക് കമന്റുകൾ ഉൾപ്പെടെയുള്ളത് ചേർത്ത് വയ്ക്കുമ്പോൾ അങ്ങനെ ഒരു ചർച്ച ഈ പ്രശ്നം ഉണ്ടായ മുതൽക്ക് തന്നെ കേരളത്തിൽ വളരെ ശക്തമായി ഉണ്ടാവുന്നുണ്ട്. അതായത് ഇതില് ശ്രീശാന്ത് വേട്ടയാടപ്പെടുന്നു എന്നുള്ള ചർച്ച നമ്മൾ മലയാളി കോണിൽ നിന്നാണ് ഉണ്ടായത്. കാരണം ശ്രീശാന്ത് മലയാളിയാണ്, ദേശീയ നിരയിൽ കളിക്കുന്ന ഏക മലയാളി, ഈ സമയത്ത് ഏക മലയാളി എന്നൊക്കെ വിശേഷിപ്പിക്കാം. അത്തരം ഒരു ആംഗിളിലാണ് നമ്മൾ, എനിക്ക് തോന്നുന്നു തികച്ചും നമ്മൾ വളരെ കൺസർവേറ്റീവ് ആയിട്ടാണ് ആ വിഷയം ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം ഈ പന്തയ വിവാദവുമായി ബന്ധപ്പെട്ട് നമ്മൾ 3 താരങ്ങളെ നമ്മൾ എടുക്കുക. ഈ പന്തയ വിവാദത്തിൽ പിടിക്കപ്പെട്ടത് മറ്റ് താരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാദമുഖങ്ങളോ അല്ലെങ്കിൽ അവര് അത് കുറ്റം ചെയ്തിട്ടില്ല എന്ന വാദഗതികളൊന്നും എവിടെയും വരുന്നില്ല. പിന്നീട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസ് വന്നതിന് ശേഷം തന്നെ നമ്മുടെ ക്രിക്കറ്റിൽ കോളിളക്കം സൃഷ്ടിച്ച് കുറേ, അതായത് ഇപ്പോൾ
ഇപ്പോൾ ഗുരുനാഥൻ മെയ്യപ്പൻ വിഷയമെടുക്കുക, ശ്രീനിവാസിന്റെ വിഷയമെടുക്കുക, ഇപ്പൊ മഹേന്ദ്ര സിംഗ് ധോണി അദ്ദേഹത്തിന്റെ ഭാര്യ, ഇങ്ങനെ കുറെ അല്ലെങ്കിൽ കുറെ ആരോപണങ്ങളൊക്കെ വന്നു. പക്ഷെ പിന്നീട് നമ്മൾ കണ്ട ഒരു കാര്യം, ഇപ്പോൾ ധോണിക്കെതിരെ ആരോപണം വന്നു, പക്ഷെ വ്യക്തമായ തെളിവുകളില്ല. അദ്ദേഹത്തിന്റെ ഭാര്യക്കെതിരെ സാക്ഷിക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, വ്യക്തമായ തെളിവുകളില്ല. ഇപ്പോൾ ഈ ഗുരുനാഥൻ മെയ്യപ്പന്റെ കേസ് തന്നെ അവർ തന്നെ കുറ്റവിമുക്തരാക്കപ്പെട്ടതോ അല്ലെങ്കിൽ ജയിൽ മോചിതരാക്കപ്പെട്ടതോ അവർക്കെതിരെ വ്യക്തമായ തെളിവുകളില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഇവിടെ ഡൽഹി പോലീസ് വളരെ കർക്കശമായിട്ട് വളരെ നിർബന്ധപൂർവ്വവും പറയുന്ന കുറച്ച് കാര്യങ്ങൾ. കാരണം ഇദ്ദേഹത്തിനെതിരെ ശ്രീശാന്തിനെതിരെ തെളിവുകളുണ്ട്. കാരണം ഈ ഹോട്ടൽ ലോബിയിലെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ അവരുടെ കൈവശമുണ്ടെന്ന് തിരിച്ചു വരാം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് രാംകുമാർ ഇപ്പോൾ നമ്മുടെ ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ രാംകുമാർ, മക്കോക്ക ചുമത്തുന്നത് നീതിയാണോ? അതുപോലെ ഇത് ചുമത്തപ്പെട്ടാൽ ഇനി ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നിയമപരമായി നോക്കുമ്പോൾ? എനിക്ക് തോന്നുന്നത് ഈ മീഡിയയിൽ വന്ന റിപ്പോർട്ടുകൾ കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാതെയാണ്. ഞാൻ ഇന്നലെ സുപ്രീം കോടതിയിലുണ്ടായിരുന്നു. അവിടെ ഈ കേസിൽ ശ്രീശാന്തിന്റെ കേസുമായി വിദൂരമായൊരു പ്രസ്താവന നടത്താനുള്ള സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല. ഒരു ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി നടത്തിയ ഒരു കേസിൽ മക്കോക്ക പ്രയോഗിക്കണോ വേണ്ടോ എന്നുള്ള വാദം വന്നപ്പോൾ അതിന് തെളിവുകൾ ഉണ്ടെങ്കിൽ ആകാം എന്ന് സുപ്രീം കോടതി ജഡ്ജിമാർ പറഞ്ഞു എന്നല്ലാതെ അതിന് ശ്രീശാന്തിന്റെ കേസുമായിട്ട് ഏഴയലത്തെ ബന്ധം പോലുമില്ല. വാസ്തവത്തിൽ ഇന്ന് മീഡിയയുടെ കാലത്ത് കണ്ട ന്യൂസ് കണ്ട് ഞാൻ വാസ്തവത്തിൽ അത്ഭുതപ്പെട്ടു പോയി. എന്നോട് പല ഡൽഹി വക്കീൽമാരും പറഞ്ഞു, ഇത് ഇങ്ങനെ ഒരു ന്യൂസ് വന്ന് ഞങ്ങളെ പോലെ അത്ഭുതപ്പെടുത്തി. കാരണം സുപ്രീം കോടതിയിൽ ഞങ്ങളിതിന് കാഴ്ചക്കാരാണ്. ഞാൻ ഇന്നലെ സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രാത്രിയാണ് കൊച്ചിയിലെത്തിയത്. അതൊക്കെ പോട്ടെ. ശ്രീശാന്ത് കളിച്ചത് മൊഹാലിയിലാണ്. മൊഹാലി ഹരിയാന സ്റ്റേറ്റിലാണ്. നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയിൽ മാത്രമാണ് മക്കോക്ക എന്ന മഹാരാഷ്ട്ര നിയമം ബാധകമാക്കിയത്. നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി മാത്രം. അവിടെ വെച്ച് ശ്രീശാന്ത് കളിച്ചിട്ടില്ല. ശ്രീശാന്ത് ആരോടും സംസാരിച്ചിട്ടില്ല. ശ്രീശാന്ത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഡൽഹിയിലെ ഏതെങ്കിലും ഹോട്ടലിൽ താമസിച്ചിട്ടുമില്ല. താമസിച്ചത് ബോംബെയിലാണ്. ബോംബെ പോലീസ് ശ്രീശാന്തിനെതിരായിട്ട് മക്കോക്ക ചുമത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഡൽഹി പോലീസ് ശ്രീശാന്തിനെതിരായിട്ട് മക്കോക്ക ചുമത്തുന്നത്? മൊഹാലിയിൽ മക്കോക്ക ബാധകമല്ല. ഡൽഹി നാഷണൽ ടെറിട്ടറി ക്യാപിറ്റൽ നോയിഡ അടക്കമുള്ള സ്ഥലത്ത് ബാധകമാണ്. പക്ഷെ അവിടെ ശ്രീശാന്ത് കളിച്ചിട്ടില്ല. ശ്രീശാന്തിന്റെ ടെലിഫോൺ സംഭാഷണം ഡൽഹി പോലീസ് കൊണ്ടുവന്നിട്ടില്ല. ജിജു ജനാർദ്ദന്റെ ടെലിഫോൺ സംഭാഷണം മാത്രമാണ് ശ്രീശാന്തിനെതിരായിട്ട് ഉള്ള ആരോപണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ സച്ചിൻ തെണ്ടുൽക്കറെ പോലെ ശക്തമായ ലോബി ശ്രീശാന്തിന് നിർഭാഗ്യവശാൽ ഇല്ലാതെ പോയി. കാരണം അദ്ദേഹം കേരള സ്റ്റേറ്റിൽ ജനിക്കാനുള്ള നിർഭാഗ്യം ചെയ്ത വ്യക്തിയായി പോയി. കേരള സ്റ്റേറ്റില് മലയാളികള് മറ്റൊരുത്തിന്റെ ഔന്നത്യം അംഗീകരിച്ചു കൊടുക്കുന്ന സ്വഭാവമില്ലല്ലോ. അവനെ ഇടിച്ചു താത്തലാണല്ലോ മലയാളിയുടെ സാധാരണ മനസ്ഥിതി. അതുകൊണ്ട് ശ്രീശാന്തിനെ ലോബിയിങ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പദപ്രയോഗം കിട്ടിയിട്ടില്ല. അതിന്റെ മെച്ചം കിട്ടിയിട്ടില്ല. അഡ്വക്കേറ്റ് രാംകുമാർ, ലോബിയിങ് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ മറ്റു തരത്തിലുള്ള ഗൂഢാലോചനയും ലോബിയിങ്ങും ശ്രീശാന്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാനാവുമോ? തീർച്ചയായിട്ടും ആവണല്ലോ. കാരണം ശ്രീശാന്ത് 27 ദിവസം നിർദോഷിയായ ശ്രീശാന്ത് 27 ദിവസം ജയിലിൽ കിടന്നു. അതേസമയത്ത് മെയ്യപ്പൻ ശ്രീനിവാസൻ എത്ര പെട്ടെന്ന് ബോംബെയിൽ നിന്ന് ബെയിലെടുത്ത് വന്നു. ബോംബെയിൽ മക്കോക്ക ഉണ്ട്. എന്തുകൊണ്ട് മക്കോക്ക അദ്ദേഹത്തിനെതിരായിട്ട് പ്രയോഗിച്ചില്ല? മക്കോക്ക ഇല്ലാത്ത മൊഹാലിയില് ശ്രീശാന്തിനെ പെടുത്താമെങ്കിൽ മക്കോക്ക ഉള്ള ബോംബെയില് അത് കളിച്ച ആളുകളെ പെടുത്തിയിട്ടില്ലല്ലോ. ഈ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാല് പണക്കാരുടെ പരദീസയാണ്. ഒരു പറ്റം പണക്കാരും രാഷ്ട്രീയക്കാരും അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ലോബിയിങ് ശക്തമായിട്ടുണ്ട്. കളി ആര് നടത്തുന്നുള്ള ഇതിനെ കൂടുതൽ ഏത് കളിക്കാരൻ. ഇവിടെ നേരത്തെ ചർച്ചയിൽ പറഞ്ഞ മാതിരി ധോണിയുടെ ഭാര്യയുടെ കൂടെ ഒരു വാതുവെപ്പുകാരനെ കണ്ടല്ലോ. അദ്ദേഹത്തിനെതിരായിട്ട് എന്തുകൊണ്ട് മക്കോക്ക പ്രയോഗിക്കുന്നില്ല? അപ്പൊ സ്വാധീനമുള്ള ആളുകൾക്ക് മക്കോക്ക ഇല്ല. സ്വാധീനമില്ലാത്ത ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥന്റെ മകൻ ശ്രീശാന്തിനെ കേരളത്തിൽ ജനിച്ച ആൾക്കെതിരായിട്ട് ലോകത്തിലുള്ള എല്ലാ നിയമങ്ങളും പ്രയോഗിക്കാം. അതിന് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് മുൻവിധിയോടുകൂടി ചെയ്യാം. ഇതാണോ ഈ രാജ്യത്തെ നീതി? അഡ്വക്കേറ്റ് രാംകുമാർ, നിയമപരമായ ചില സംശയങ്ങൾ കൂടി താങ്കളോട് ചോദിക്കട്ടെ. അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ നൽകിയ കുറ്റസമ്മത മൊഴി അത് തെളിവായി കണക്കാക്കും എന്ന് പറയുന്നു. കുറ്റസമ്മത മൊഴി നടത്തിയാലല്ലേ തെളിവായിട്ട് കണക്കാക്കുള്ളൂ. കുറ്റസമ്മതി ഉണ്ട് എന്ന് പോലീസ് എഴുതി കൊടുത്താൽ
അതെങ്ങനെ തെളിവായി സ്വീകരിക്കും? ഒന്നാമത്, പ്രതി പോലീസിന് നൽകുന്ന തെളിവായിട്ട് എടുക്കാൻ പാടില്ല എന്ന് ഇന്ത്യൻ തെളിവ് നിയമത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കുറ്റസമ്മതമാണ് എന്ന് പറഞ്ഞാൽ അതിനല്പം കൂടി ഒരു ഉയർന്ന നിലവാരമുണ്ട്, സ്റ്റാറ്റസ് ഉണ്ട് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ. അതും ഈ കാര്യത്തിലില്ല. ശ്രീശാന്ത് പോലീസ് കസ്റ്റഡിയിലിരിക്കുമ്പോൾ കുറ്റം സമ്മതിച്ചു എന്ന് പോലീസ് പെരുമ്പറടിച്ചു പറഞ്ഞു. കാരണം അന്നത്തെ പോലീസ് കമ്മീഷണർ നീരജ് കുമാറിന്റെ ഭാര്യ ധോണിയുമായിട്ടും ധോണിയുടെ ഭാര്യയുമായിട്ടും ഒക്കെ ക്രിക്കറ്റ് കച്ചവടത്തിൽ പങ്കാളിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതിന് പിന്നിലുള്ള ലോബി. ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. പി ആർ പ്രവീൺ ടെലിഫോൺ ലൈനിലുണ്ട് കുവൈത്തിൽ നിന്ന് എന്ന് കരുതുന്നു. പി ആർ പ്രവീൺ, കൃത്യമായ ഒരു ലോബിയിങ് ഉണ്ട് എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് രാംകുമാറും വിശ്വസിക്കുന്നത്. തീർച്ചയായും അക്കാര്യത്തിൽ സംശയമില്ല. കാരണം ശ്രീശാന്ത് കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് കളിക്കാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ അത്തരത്തിൽ ശ്രീശാന്തിനെ പോലൊരു മലയാളി പന്തെറിഞ്ഞ് മറ്റുള്ളവരെ പേടിപ്പിക്കാൻ തുടങ്ങുന്നു എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ മുതൽ ശ്രീശാന്തിനെതിരായ കളികളും ഉണ്ടായിരുന്നു. ശ്രീശാന്തിനെ സഹായിക്കാൻ ആളില്ലാതെ പോയി എന്നുള്ളത് ഈ കേസിലെ ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സാമ്പത്തിക കുറ്റകൃത്യമായി കാണേണ്ടുന്ന ഒരു കാര്യത്തിന് മക്കോക്ക പോലുള്ള കാര്യം ചുമത്താൻ വരുമ്പോൾ അതിനെ എതിർക്കണം. അത് ശ്രീശാന്തിന് എതിരായുള്ള ശ്രീശാന്തിന് പിന്നിൽ ആളില്ലാത്തത് കൊണ്ടുള്ള ഒരു നീക്കമാണ് എന്ന് ബോധ്യപ്പെടുന്നത് ഗുരുനാഥ് മയ്യപ്പനും ശ്രീനിവാസനും അടക്കമുള്ള വലിയ ആളുകൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അവർക്ക് ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള വലിയ ചോദ്യം ബാക്കിയുണ്ട്. അപ്പോഴാണ് ശ്രീശാന്തിനെ മനഃപൂർവ്വം ഈ ഒരു വിഷയത്തിൽ ഉൾപ്പെടുത്താനും ഇന്ത്യൻ ടീമിൽ ഇനി അദ്ദേഹത്തെ കളിപ്പിക്കുക ഇല്ല എന്നുള്ള തരത്തിൽ പോലും നേരത്തെ വാദങ്ങൾ ഉയർന്നിരുന്നു എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. അവിടെ ശ്രീശാന്തിന് പിന്നിൽ ആളില്ലാത്തത് അത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നിന്നായതുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് അഡ്വക്കേറ്റ് രാംകുമാർ പറഞ്ഞു വെച്ചതും ശരി തന്നെയാണ്. ശ്രീശാന്തിന് കൃത്യമായി പിന്നിൽ ആളില്ലാത്തതിന്റെ ഒരു വലിയ ഇരയായി ശ്രീശാന്ത് ഈ വിഷയത്തിൽ മാറിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, നേരത്തെ തന്നെ ക്രിക്കറ്റിൽ കോഴക്കഥകൾ നമ്മൾ നിരന്തരം കേട്ടു തുടങ്ങിയതാണ്. മനോജ് പ്രഭാകർ കൊണ്ടുവന്ന വലിയ കോഴക്കഥകൾ, അദ്ദേഹം പുറത്തു കൊണ്ടുവന്ന കോഴക്കഥകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം കുറെ CBI റെയ്ഡും ക്യാമറയ്ക്ക് മുന്നിൽ കുറെ പേർ കരയുന്നതും ഒക്കെ കണ്ടതിന് ശേഷം ആ കേസിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ഇപ്പോ അങ്ങനെ ഇന്ത്യ കണ്ട ക്രിക്കറ്റിലെ എത്രയോ വലിയ കോഴക്കഥകൾ, ആ കോഴക്കഥകൾ എങ്ങുമെത്താതെ പോകുമ്പോഴാണ് ശ്രീശാന്ത് ഉൾപ്പെടുന്നത്. അത് IPL നമുക്കറിയാം. IPL തുടങ്ങിയ കാലം മുതൽ തന്നെ പണമൊഴുക്കിന്റെ ഒരു വലിയ വേദിയായിരുന്നു. അവിടെ തന്നെ കുടുക്കിയതാണ് എന്ന് ശ്രീശാന്ത് വേദനയോടെ പറയുമ്പോഴും നമ്മൾ പലരും അത് തിരിച്ചറിയാൻ തയ്യാറാകുന്നില്ല. ശ്രീശാന്ത് പ്രവീൺ, തിരിച്ചു വരാം. ശ്രീ കമാൽ വരദൂർ, മലയാളി ആയതുകൊണ്ട് ശ്രീശാന്തിന് പിന്നിൽ നമ്മൾ നിൽക്കണം, എന്ത് നീതികേടിനും കൂട്ടുനിൽക്കണം എന്ന വാദമില്ല. പക്ഷേ മലയാളി ആയതുകൊണ്ട് മാത്രം ഒതുക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അല്പം ദേശാഭിമാനം കാണിച്ചാലും പ്രാദേശികാഭിമാനം കാണിച്ചാലും അതിൽ കുറ്റം പറയാനാവില്ല. അതായത് മലയാളി ആയതുകൊണ്ട് മാത്രം എങ്ങനെയാ ഒതുക്കപ്പെടുക? ഇപ്പോഴ് നമ്മുടെ ക്രിക്കറ്റ് മാത്രം എടുക്കുക. TC മാത്യു എന്ന വ്യക്തി എടുക്കുക നമ്മൾ. കാരണം TC മാത്യു കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ്. ഇപ്പോൾ അദ്ദേഹം ഒരു മലയാളി എന്ന ലേബലിൽ ഒതുക്കപ്പെടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് എല്ലാവരും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ ചെയർമാനായി മാറി. പിന്നീട് 5ഓളം, അതായത് നമ്മുടെ ദേശീയ ജൂനിയർ സെലക്ഷൻ ബെഞ്ചിൽ ഉൾപ്പെടെ ധാരാളം മലയാളികൾക്ക് അവസരം കിട്ടി. അപ്പോൾ മലയാളി എന്നതിന്റെ പേരിൽ ഒരു ഒതുക്കപ്പെടൽ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് പ്രവീൺ നേരത്തെ പറഞ്ഞ കുറെ വാദങ്ങൾ, അതായത് എന്തുകൊണ്ട് ശ്രീശാന്തിന്റെ പിറകിൽ ആളില്ല? അതായത് ശ്രീശാന്ത് ഇപ്പോൾ ശിക്ഷിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ അദ്ദേഹം ആരോപണ വിധേയനായിട്ട് ഘോഷിക്കപ്പെടുന്നതിനോ കാരണം അദ്ദേഹത്തിന് പിറകിൽ ഗോഡ് ഫാദർമാരില്ല എന്നുള്ള സത്യമാണ്. പക്ഷെ എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളത് വലിയ ചോദ്യമാണ്. നമുക്കറിയാം, നമ്മുടെ ക്രിക്കറ്റിൽ SK നായരെ പോലുള്ള വലിയ ആളുകൾ, അതായത് ക്രിക്കറ്റ് ബോർഡിന്റെ സെക്രട്ടറി പോലുമായ ആ മലയാളികൾ ഉണ്ടായിരുന്നു. അവരൊക്കെ പോയിരിക്കുന്നു. ഇപ്പോഴിപ്പോൾ TC മാത്യു ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ശ്രീനിവാസന്റെ ബെൽറ്റിൽ വളരെ അംഗബലമുള്ള അല്ലെങ്കിൽ വളരെ കരുത്തുറ്റൊരു ബോഡിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ശ്രീശാന്തിന് പിറകിൽ ആളില്ല എന്നുള്ള ചോദ്യത്തിന് വളരെ വ്യക്തമായ ഉത്തരം ശ്രീശാന്ത് തന്നെയാണ്. കാരണം പലരെയും, അതായത് നമ്മളിപ്പം കേരളത്തിൽ മാത്രം എടുക്കുക, കേരളത്തിൽ മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ എത്ര പേർ ശ്രീശാന്തിനെ പിന്തുണക്കും? അല്ലെങ്കിൽ നമ്മുടെ ഭരണരംഗത്ത്, ക്രിക്കറ്റ് ഭരണരംഗത്ത് എത്ര പേർ ശ്രീശാന്തിനൊപ്പം നിൽക്കും? അല്ലെങ്കിൽ മീഡിയ രംഗത്തെടുക്കുക, എവിടെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹത്തിന് കൂടുതൽ ശത്രുക്കളാണ്. ഇനിയിപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് മാറിയിട്ട് സച്ചിനെ എടുക്കുക. സച്ചിൻ, അതായത് എല്ലാവരും റെസ്പെക്ട് ചെയ്ത ഒരു താരമായിട്ട് പോലും ശ്രീശാന്തിന്റെ കാര്യത്തിൽ സച്ചിൻ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. കാരണം സച്ചിനും ശ്രീശാന്തും തമ്മിൽ ബന്ധം മോശമാണ്. ഇപ്പോൾ രാഹുൽ ദ്രാവിഡിന്റെ ക്യാപ്റ്റൻ, അദ്ദേഹമാണ് രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ, ശ്രീശാന്തിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. ആ രാഹുൽ ദ്രാവിഡിനെ പോലുള്ള വളരെ, അതായത് നമുക്ക് നമ്മുടെ ക്രിക്കറ്റിൽ അറിയാവുന്ന വളരെ മാന്യനായ ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പോലും ശ്രീശാന്തിനെതിരെ സംസാരിക്കുമ്പോൾ ആരാണ് കുറ്റക്കാരൻ എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. കമാൽ വരദൂർ, തിരിച്ചു വരാം. ശ്രീ സുദേശ്, താങ്കൾ കേട്ട് കാണും ശ്രീ കമാൽ വരദൂരിന്റെ വാദങ്ങളും ഒപ്പം അഡ്വക്കേറ്റ് രാംകുമാറിന്റെ നിരീക്ഷണങ്ങളും.
തീർച്ചയായും ഇവിടെ നമ്മൾ മലയാളിയാണെന്നോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളത്തിൽ ഒരു വ്യക്തി എങ്ങനെ പെരുമാറുന്നു എന്നീ വിഷയങ്ങളിൽ മാത്രം ചർച്ച നിർത്താതെ ഈ കേസിൻ്റെ മെറിറ്റിൽ നമ്മളിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ അഡ്വക്കേറ്റ് രാംകുമാർ തന്നെ പറയുന്നു, അദ്ദേഹം ഇന്ന് അതിന് സാക്ഷിയാണ് സുപ്രീം കോടതിയിൽ ഈ കേസിന്. അത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇന്ന് ശ്രീശാന്തിനെതിരായ അല്ലെങ്കിൽ ശ്രീശാന്തിനെതിരെ മക്കോക്ക് ചുമത്തണം എന്നുള്ള രീതിയിൽ ഒരു പരാമർശവും ഉണ്ടാകുന്നില്ല. ഇത് ഈ കേസിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ ദാവൂദ് ഇബ്രാഹിം ചോട്ടാ ഷക്കീലുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്ന ചിലരുടെ 4 പേരുടെ കാര്യത്തിൽ അവർക്കെതിരെയുള്ള ഒരു കുറ്റപത്രം അല്ലെങ്കിൽ ഡൽഹിയിലെ കീഴ്ക്കോടതി തള്ളിയ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഡൽഹി പോലീസ് സുപ്രീം കോടതിയെ സമീപിക്കുകയും അവർക്കെതിരെ മക്കോക്ക ചുമത്താമെന്ന് സുപ്രീം കോടതി പറയുകയുമാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ ശ്രീശാന്തിനെതിരെ ചുമത്താൻ തെളിവുണ്ടെങ്കിൽ ശ്രീശാന്തിനെതിരെയുമാകാം. ആ രീതിയിലൊരു പരാമർശം മാത്രമാണ് ഉണ്ടാവുന്നതെന്ന് പറയുന്നു. ഇവിടെ പറയുന്നത് ശ്രീശാന്തിനെതിരെ മക്കോക്ക ചുമത്താൻ ന്യായമായ അല്ലെങ്കിൽ കൃത്യമായ തെളിവുകളില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മക്കോക്ക ചുമത്താതിരിക്കാൻ അല്ലെങ്കിൽ ചുമത്തുന്ന കാര്യത്തിൽ ഇത്രയേറെ സംശയം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിന് ഡൽഹി പോലീസിന് ഈ കേസ് ഫ്രെയിം ചെയ്തപ്പോൾ അതൊരു പാളിച്ചയായി മാറിയത് എന്ന് കാണേണ്ടിയിരിക്കുന്നു. ഈ കേസിൻ്റെ ഒരു കേസ് എന്ന രീതിയിൽ ഒരു കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു, അതിലെ തെളിവുകൾ അല്ലെങ്കിൽ ആ രീതിയിൽ ഇത് പരിശോധിക്കണം. ശ്രീശാന്തിനെതിരെ അല്ലെങ്കിൽ പ്രാദേശിക വികാരമോ അല്ലെങ്കിൽ ശ്രീശാന്ത് കളിക്കളത്തിൽ പെരുമാറുന്ന രീതിയോ ഇതൊന്നുമല്ല ഇവിടെ ചർച്ചയാകേണ്ടത്. തീർച്ചയായും ഇത്തരം ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരാണ് എന്ന് അന്വേഷിക്കുകയും ശ്രീശാന്ത് തന്നെ തെറ്റുകാരനാണെങ്കിൽ അദ്ദേഹവും ശിക്ഷിക്കപ്പെടുകയും ആ രീതിയിലാണ് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടത്. അല്ലെങ്കിൽ ചർച്ച അവസാനിപ്പിക്കും മുമ്പ് സുപ്രീം കോടതിയുടെ അത്തരം ഒരു പരാമർശം ഉണ്ടായാൽ അത് ഡൽഹി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ ഉള്ള നീക്കങ്ങൾക്ക് അത് ശക്തി പകരുകയില്ലേ? ഞാൻ പറയട്ടെ, നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയാണ്. ഡൽഹിയില് ശ്രീശാന്തിന് ജാമ്യം അനുവദിച്ചത് ശ്രീ ഖന്ന എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് ജഡ്ജി രാത്രി 7:30 മണിക്കാണ്. ഞാൻ അവിടെ ശ്രീശാന്തിന് വേണ്ടി സന്നിഹിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ അന്ന് തന്നെ തീർക്കരുത് എന്ന് പ്രോസിക്യൂട്ടർക്ക് നിർബന്ധമായിരുന്നു. ഞങ്ങൾക്ക് അന്ന് തന്നെ തീർക്കണമെന്ന് നിർബന്ധമായിരുന്നു. അത് കാരണം 7:30 മണിക്ക് അദ്ദേഹം പരസ്യമായിട്ട് എല്ലാ പ്രതികൾക്കും ജാമ്യം നൽകിയിരിക്കുന്നതെന്ന് പ്രസ്താവിക്കുകയാണ് ചെയ്തത്. അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, മക്കോക്ക എന്ന നിയമം കൊണ്ടുവരാനുള്ള പ്രാഥമികമായ നിഗമനത്തിന് കൂടി ഉള്ള സാഹചര്യങ്ങൾ ഡൽഹി പോലീസ് കോടതി മുമ്പാകെ നിരത്തിയിട്ടില്ല എന്ന്. അതിനെതിരായി സെഷൻസ് കോടതിയുടെ ഓർഡറിനെതിരായിട്ട് ഡൽഹി പോലീസിന് പരാതി ഉണ്ടെങ്കിൽ പോകേണ്ടത് സുപ്രീം കോടതിയിലല്ല, ഡൽഹി ഹൈക്കോടതിയിലാണ്. അതിന് പകരം അവർ ചെയ്തത് ശ്രീശാന്തിന് കൊടുത്ത ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് അതേ തുല്യ അധികാരമുള്ള മറ്റൊരു കോടതിയുടെ, പണ്ട് സാകേത് കോർട്ടാണെങ്കിൽ ഇന്നലെ മിനിഞ്ഞാന്ന് കേസെടുത്തത് പാട്ടിയാല കോർട്ടിലാണ്. പാട്ടിയാല കോർട്ടിൽ തുല്യ അധികാരമുള്ള ഒരു സെഷൻസ് കോടതി മുമ്പിൽ ഈ വാദം നടക്കുകയാണ്. അതിനിടയ്ക്ക് ശ്രീശാന്ത് കേസുമായി ഒരു ബന്ധമില്ലാത്ത മറ്റൊരു പ്രതിയുടെ കേസാണ് ജസ്റ്റിസ് താക്കൂറിന്റെ ബെഞ്ചില് കഴിഞ്ഞ ദിവസം വന്നത്. അതും ശ്രീശാന്തുമായി ബന്ധിപ്പിക്കുന്നത് തന്നെ എന്റെ അഭിപ്രായത്തില് വസ്തുതകൾക്ക് വിരുദ്ധമാണ്. ശ്രീശാന്തിന്റെ കുറ്റമോ ശ്രീശാന്തിനെതിരായി മക്കോക്ക പ്രയോഗിക്കാമോ, ശ്രീശാന്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുൻപാകെ ഒരു പരാമർശത്തിനുള്ളൊരു സന്ദർഭം ഉണ്ടായിരുന്നില്ല. അവര് കൈകാര്യം ചെയ്തിരുന്നത് വേറെ കേസാണ്. അവര് കൈകാര്യം ചെയ്തിരുന്നത് ദാവൂദ് ഇബ്രാഹിമായി ടെലിഫോൺ ബന്ധങ്ങളുണ്ട് എന്ന് ഡൽഹി പോലീസ് പറയുന്ന ഒരു വ്യക്തിയുടെ കേസാണ്. അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മ ഇല്ല. ഇന്നലെ ഞാൻ അവിടെ ഉണ്ടാക്കും, പക്ഷെ എനിക്ക് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മ തോന്നില്ല. അത് വെച്ചുകൊണ്ട് മാധ്യമങ്ങള് ശ്രീശാന്തിനെതിരായി മക്കോക്ക ചുമത്തും എന്ന് ഇന്ന് കാലത്ത് മുതല് പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നിർഭാഗ്യകരം എന്ന് പറയാം, അല്ലാതെ എന്ത് ഞാൻ പറയും. അല്ല ശ്രീരാംകുമാർ, വളരെ ചുരുക്കി അതിനൊരു കാരണമാവുകയില്ലേ സുപ്രീം കോടതിയുടെ അത്തരത്തിലൊരു നിരീക്ഷണം മക്കോക്ക ചുമത്താൻ ഡൽഹി അന്വേഷണ ഏജൻസിക്ക് സഹായകമാവില്ലേ? ക്രിമിനൽ കേസുകളില് പ്രതിയാക്കുന്ന ആളുകളുടെ വ്യക്തിപരമായ പ്രവൃത്തികളാണ് കുറ്റകരമാണ് എന്ന് കോടതികൾ കാണുന്നത്. 100 പ്രതികളുടെ കേസിൽ ഒരു പ്രതി കുറ്റം ചെയ്തതിന് മറ്റ് 99 പേരെ ശിക്ഷിക്കാൻ നമ്മുടെ രാജ്യത്തെ നിയമം ഭാഗ്യവശാൽ അനുവദിക്കുന്നില്ല. ശ്രീശാന്തിനെതിരായി മക്കോക്ക ചുമത്തണമെങ്കിൽ മക്കോക്കയ്ക്ക് അനുസരിച്ചുള്ള എന്തെങ്കിലും കുറ്റങ്ങൾ അത് നടപ്പാക്കുന്ന ഭാഗത്ത് ബോംബെയില് നാഷണൽ ടെറിട്ടറി ഓഫ് ഡൽഹിയില് അദ്ദേഹം ചെയ്തു എന്നൊരു ആരോപണം വേണം. മൊഹാലിയിൽ അദ്ദേഹം കളിച്ചത് ഹരിയാന സ്റ്റേറ്റിലാണ്, അവിടെ മക്കോക്ക ബാധകമല്ല. ഡൽഹിയിൽ വെച്ച് ഏതെങ്കിലും ടെലിഫോൺ സംഭാഷണം നടത്തിയെന്ന് പോലീസിന് കേസില്ല. പിന്നെ എങ്ങനെയാണ് മക്കോക്ക വരുന്നത്? വളരെ വ്യക്തമാണ് അഡ്വക്കേറ്റ് രാംകുമാർ. താങ്കൾ
വിശദീകരിക്കുന്നത്. ഏതായാലും വളരെ നന്ദി അഡ്വക്കേറ്റ് രാംകുമാർ, ഒപ്പം സുദേശ്, ദേശാഭിമാനി ലേഖകൻ, കമാൽ വർദൂർ, ചന്ദ്രിക സ്പോർട്സ് എഡിറ്റർ PR പ്രവീൺ, സ്പോർട്സ് ലേഖകൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. വികസന പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കാൻ നിർദ്ദേശിക്കുന്ന പ്രഖ്യാപനത്തോടെ 2 ദിവസം നീണ്ട 3ാമത് അറബ് ആഫ്രോ ഉച്ചകോടി സമാപിച്ചു. ആഫ്രിക്കൻ മേഖലയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കുവൈത്ത് അമീർ സമാപന പ്രസംഗത്തിൽ പറഞ്ഞു. ഗൾഫ് ഉൾപ്പെടെ അറബ് രാജ്യങ്ങളിൽ ആഫ്രിക്കൻ വംശജർക്ക് കൂടുതൽ ജോലി സാധ്യതകൾ ഉറപ്പാക്കുന്നതുൾപ്പെടെ സുപ്രധാന തീരുമാനങ്ങളോടെ 3ാമത് അറബ് ആഫ്രോ ഉച്ചകോടിക്ക് കുവൈത്തിൽ പരിസമാപ്തിയായി. ബയാൻ പാലസിൽ 2 ദിവസം നീണ്ട ഉച്ചകോടി കുവൈത്ത് അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ സബാഹിന്റെ സമാപന പ്രസംഗത്തോടെയാണ് അവസാനിച്ചത്. ആഫ്രിക്കൻ മേഖലയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം തടയുന്നതിന് ഇരുകൂട്ടരും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാനും ഉച്ചകോടിയിൽ ധാരണയായി. രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ പരസ്പര സഹായവും പിന്തുണയും വർദ്ധിപ്പിക്കുമെന്ന് കുവൈത്ത് പ്രഖ്യാപനം വ്യക്തമാക്കുന്നു. കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഖാലിദ് അൽ ജാറലയാണ് കുവൈത്ത് പ്രഖ്യാപനം അവതരിപ്പിച്ചത്. അറബ് ആഫ്രിക്കൻ ലോകത്തിന്റെ പ്രശ്നങ്ങളും സ്വപ്നങ്ങളും ഒരുമിച്ച് പങ്കുവച്ച 2 ദിവസങ്ങളാണ് പിന്നിട്ടതെന്ന് പറഞ്ഞ അമീർ, ഇത് അർദ്ധവിരാമം മാത്രമാണെന്നും ഉച്ചകോടിയിൽ നിന്ന് സംഭരിച്ച ആവേശവും ഊർജവും നിലനിർത്തി യോജിച്ച പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ടു പോകണമെന്നും കൂട്ടിച്ചേർത്തു. ആഫ്രിക്കൻ യൂണിയന്റെയും അറബ് ലീഗിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന ഉച്ചകോടിയിൽ 69 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുത്തത്. 34 രാഷ്ട്രനായകരും അവരിൽ ഉൾപ്പെടും. അടുത്ത ഉച്ചകോടി 2016 ആഫ്രിക്കയിൽ നടക്കുമെന്ന് ഉച്ചകോടിയെ തുടർന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടകർ വ്യക്തമാക്കി. MCA നാസർ, മീഡിയ 1, കുവൈത്ത്. സൗദി അറേബ്യയിൽ നീന്താക്കാത്ത പരിശോധന തുടരാൻ സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവിന്റെ നിർദ്ദേശം. ആഭ്യന്തര തൊഴിൽ മന്ത്രാലയങ്ങൾ നടത്തിവരുന്ന പരിശോധന സമയബന്ധിതമായി നിർത്തിവെക്കരുതെന്നും നിയമവിരുദ്ധമായി രാജ്യത്ത് താമസിക്കുന്ന അവസാനത്തെ വിദേശിയെയും കയറ്റി അയക്കുന്നതുവരെ പരിശോധന തുടരണമെന്നും അബ്ദുള്ള രാജാവ് നിർദ്ദേശിച്ചു. പരിശോധന അവലോകനം ചെയ്യാൻ ആഭ്യന്തരമന്ത്രി അമീർ മുഹമ്മദ് ബിൻ നായിഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് രാജാവിന്റെ സന്ദേശം മന്ത്രി അറിയിച്ചത്. നിത്താക്കാത്ത് പരിശോധന നിർത്തിവെക്കാൻ അബ്ദുള്ള രാജാവിന്റെ ഇടപെടലുണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു പല പ്രവാസികളും. എന്നാൽ ഇനി കടുത്ത പരിശോധനയുമായി മുന്നോട്ടു പോകുമെന്നാണ് സൂചന. ആവശ്യമായ സമയം നൽകിയാണ് പരിശോധന നടത്തുന്നതെന്ന് ആഭ്യന്തരമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി. പിടിക്കപ്പെടുന്നവരുടെ എല്ലാവിധ അവകാശങ്ങളും പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടാണ് പരിശോധന നടക്കുന്നത്. സൗദിയുടെ സുരക്ഷ കാത്തുസൂക്ഷിക്കൽ രാഷ്ട്ര താൽപര്യമാണ്. രാജ്യത്ത് താമസിക്കുന്ന വിദേശികൾ നിയമവിധേയരായിരിക്കണം. അല്ലാത്തവർ രാജ്യം വിടാൻ തയ്യാറാവണമെന്നും ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടു. 7 മാസത്തെ ഇളവും ആനുകൂല്യങ്ങളും നൽകിയാണ് പരിശോധന ആരംഭിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2 ആഴ്ചയായി തുടരുന്ന പരിശോധനയിൽ 60,000 പേരെ സൗദിയിൽ നിന്ന് നാടുകടത്തിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി അറിയിച്ചു. അവശേഷിക്കുന്നവരെ അടുത്ത ദിവസങ്ങളിൽ കയറ്റി അയക്കും. വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും സമ്പൂർണ്ണ സഹകരണത്തോടെയാണ് പരിശോധന നടത്തുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തിന്റെയും പൗരന്മാരുടെയും അവകാശങ്ങളും സുരക്ഷയും ഉറപ്പുവരുത്തിയാണ് പരിശോധന നടക്കുന്നതെന്നും അമീർ മുഹമ്മദ് ബിൻ നായിഫ് പറഞ്ഞു. മീഡിയ 1, റിയാദ്. മോഷണക്കുറ്റം ആരോപിച്ച് സ്പോൺസർ നൽകിയ പരാതിയിൽ കുവൈത്തിൽ നിന്ന് സൗദിയിലെത്തിച്ച തിരുവനന്തപുരം സ്വദേശി റഹ്മത്ത് നുഫൈസ ബീവിക്ക് കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ അപ്പീൽ നൽകി. ദമാം ശരീഅത്ത് കോടതി വിധിച്ച ശിക്ഷ അപര്യാപ്തമാണെന്ന് പറഞ്ഞാണ് പ്രോസിക്യൂഷൻ അപ്പീൽ നൽകിയത്. നിലവിൽ 1 വർഷം തടവും 150 അടിയുമാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. കൂട്ടുപ്രതിക്ക് 5 വർഷം തടവിന് ശിക്ഷ വിധിച്ചിട്ടും പ്രധാന പ്രതിക്ക് 1 വർഷം മാത്രമാണ് വിധിച്ചിട്ടുള്ളതെന്നാണ് പ്രോസിക്യൂഷൻ വാദം. മോഷണക്കുറ്റം ആരോപിച്ചാണ് നുസൈബയെ അറസ്റ്റ് ചെയ്തതെങ്കിലും സ്പോൺസറുടെ അനുവാദമില്ലാതെ അനധികൃത മാർഗത്തിൽ എക്സിറ്റ് നേടി നാട്ടിലേക്ക് രക്ഷപ്പെട്ടുവെന്നാണ് ഇവർക്കെതിരെ തെളിയിക്കപ്പെട്ട കുറ്റം. ഇതിന് ഇവരെ സഹായിച്ച അയൽ വീട്ടിൽ ജോലി ചെയ്തിരുന്ന തമിഴ്നാട് സ്വദേശി ഡ്രൈവർക്ക് 5 വർഷം തടവാണ് വിധിച്ചിട്ടുള്ളത്. രാജ്യത്തെ നിയമം ലംഘിക്കുകയും തൊഴിലുടമയെ കബളിപ്പിക്കുകയും ചെയ്ത കുറ്റവാളി എന്നാണ് ഇവർക്കെതിരെ കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ട് അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷനെ പ്രേരിപ്പിച്ചത്. തൊഴിലുടമ മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്നാണ് നുസൈബയെ അറസ്റ്റ് ചെയ്തതെങ്കിലും അത് കോടതിയിൽ തെളിയിക്കാനായില്ല. അതേസമയം ജോലി ചെയ്തിരുന്ന വീട്ടുകാർ അറിയാതെ പാസ്പോർട്ട് പുറത്തു നൽകി റീ എൻട്രി അടിച്ച് ഒളിച്ചോടിയാണ് നാട്ടിലേക്ക് പോയതെന്ന് കോടതി കണ്ടെത്തി. അതിനുള്ള ശിക്ഷയാണ് കോടതി വിധിച്ചത്. ഇക്കാര്യം നുസൈബയും വീട്ടുകാരും മറച്ചുവെച്ചിരുന്നു. 3 വർഷത്തിനു ശേഷം അവധിക്ക് പോയ നുസൈബ വിവാഹം കഴിച്ചതിനെ തുടർന്നാണ് ദമാമിലേക്ക് മടങ്ങാതിരുന്നതെന്നാണ് കുടുംബം നൽകുന്ന വിശദീകരണം. ശക്തമായ നിയമലംഘന കുറ്റമാണ് നുസൈബയുടെ പേരിലുള്ളതെന്ന് ബോധ്യമുണ്ടെന്നും എന്നാൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന അർത്ഥത്തിൽ എല്ലാ നിയമപരിരക്ഷയും നൽകാൻ എംബസി രംഗത്തുണ്ടാകുമെന്നും DCM സിബി ജോർജ് പറഞ്ഞു. സൗദിയിലെ എല്ലാ പ്രധാന ജയിലുകളിലും സൗദി നിയമവും ഭാഷയും അറിയാവുന്ന 2 പേർ ആഴ്ചയിൽ 2 പ്രാവശ്യം സന്ദർശിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ജയിലിൽ കഴിയുന്നവരെക്കുറിച്ചുള്ള വിവരങ്ങൾ എംബസിയുടെ മുന്നിൽ കൃത്യമായി എത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മീഡിയ 1, ദമാം. ജെറ്റ് എയർവേസിന്റെ 24% ഓഹരി ഇത്തിഹാദ് എയർവേസിന് കൈമാറി. 2.25 കോടിയിലധികം ഓഹരികളാണ് കൈമാറിയത്. ജെറ്റ് എയർവേസിന്റെ 10 രൂപ മുഖവിലയുള്ള ഷെയർ 754 രൂപയ്ക്കാണ് ഇത്തിഹാദ് വാങ്ങിയത്. നവംബർ 12-ാം തീയതിയാണ് കരാർ ഒപ്പിട്ടത്. ഇന്ന് കരാർ പ്രാബല്യത്തിൽ വന്നു. ഇത്തിഹാദിന്റെ
സിഇഒ ജെയിംസ് ഹോഗൻ, മുതിർന്ന ഉദ്യോഗസ്ഥനായ ജെയിംസ് റിഗ്നി ജെറ്റ് എന്നിവരാണ് എയർവേസിന്റെ ഡയറക്ടർ ബോർഡിൽ അംഗങ്ങളായി ഉള്ളത്. ഇന്ത്യയിൽ നിന്നുള്ള വീട്ടുവേലക്കാർക്കായി സൗദികൾ റിക്രൂട്ടിംഗ് ഏജന്റുമാരെ സമീപിച്ചു തുടങ്ങി. ഇന്ത്യ സൗദി ഗാർഹിക തൊഴിൽ കരാർ വൈകാതെ പ്രാബല്യത്തിലാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ തൊഴിലാളികൾക്കായി സ്വദേശികൾ ശ്രമം തുടങ്ങിയത്. രാജ്യത്ത് ഗാർഹിക തൊഴിൽ മേഖലയിൽ നിലനിൽക്കുന്ന വർദ്ധിച്ച ആവശ്യമാണ് കരാർ ഒപ്പിടുന്നതിനു മുൻപേ നടപടികൾ തുടങ്ങിവെക്കാൻ സ്വദേശികളെ പ്രേരിപ്പിക്കുന്നത്. തൊഴിൽ മന്ത്രി ആദിൽ ഫക്കീഹിന്റെ ഇന്ത്യ സന്ദർശനത്തോടെ തൊഴിൽ കരാർ അന്തിമമായി നിലവിൽ വരും. കരാർ പ്രാബല്യത്തിലാകുന്നതോടെ റിക്രൂട്ടിംഗ് ആരംഭിക്കാനുള്ള പ്രാഥമിക നടപടികളാണ് ഇപ്പോൾ പൂർത്തീകരിക്കുന്നത്. തൊഴിലാളികളെ ആവശ്യമുള്ള സ്വദേശികളിൽ നിന്ന് ഏജൻസികൾ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. കരാർ പ്രകാരം 800 റിയാൽ ശമ്പളത്തിന് ഇന്ത്യയിൽ നിന്ന് ഗാർഹിക തൊഴിലാളികളെ ലഭിക്കുമെന്നാണ് സ്വദേശികളുടെ പ്രതീക്ഷ. അതേസമയം ഇത് സംബന്ധമായി ഇനിയും അന്തിമ ധാരണ ഉണ്ടായിട്ടില്ല. റിക്രൂട്ട്മെന്റിനായി 10,000 മുതൽ 12,000 റിയാൽ വരെ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. സൗദിയിലെ റിക്രൂട്ടിംഗ് ഏജൻസികൾ ഇതിനായി ഇന്ത്യൻ ഏജന്റുമാരുമായും പ്രാഥമിക ചർച്ചകൾ തുടങ്ങി. 800 റിയാലാണ് മിനിമം വേതനമായി നിശ്ചയിക്കുന്നതെങ്കിൽ സൗദിയിൽ ഇപ്പോൾ ഗാർഹിക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ നിരക്ക് തന്നെയാകും കരാർ വന്നാലും ഇന്ത്യൻ തൊഴിലാളികൾക്ക് ലഭിക്കുക. ഇന്തോനേഷ്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഗാർഹിക ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് നിലച്ച സാഹചര്യത്തിൽ ഇന്ത്യയുമായി ഉണ്ടാക്കുന്ന കരാർ ഏറെ പ്രതീക്ഷയോടെയാണ് സ്വദേശി കുടുംബങ്ങൾ ഉറ്റുനോക്കുന്നത്. KCM അബ്ദുള്ള, മീഡിയ 1, റിയാദ്. വിസ്മയ കാഴ്ചകളുമായി ദുബായ് എയർ ഷോ ആയിരങ്ങളെ ആകർഷിക്കുന്നു. നൂറുകണക്കിന് കമ്പനികളുടെ സാന്നിധ്യമുള്ള എയർ ഷോയിൽ അമേരിക്കയ്ക്കും UAEക്കും മാത്രമാണ് പ്രത്യേക പ്രദർശന ഏരിയ നിശ്ചയിച്ചിട്ടുള്ളത്. ജബൽ അലിയിലെ ദുബായ് വേൾഡ് സെൻട്രലിൽ നടക്കുന്ന എയർ ഷോയിലെ ആകാശത്തു നിന്നുള്ള അഭ്യാസങ്ങൾ ആരെയും പിടിച്ചു നിർത്തും. പല വർണ്ണത്തിലുള്ള പുകതുപ്പി വിമാനങ്ങൾ ആകാശത്ത് ചിത്രം വരയ്ക്കുന്ന കാഴ്ചയും ഒന്നിലധികം വിമാനങ്ങൾ തലങ്ങും വിലങ്ങും പറക്കുന്ന കാഴ്ചയും സന്ദർശകർക്ക് കൗതുകത്തോടൊപ്പം ഹരവും പകരുന്നു. UAEയുടെ വ്യോമാഭ്യാസ സംഘമായ അൽഫുർസാനും ബ്രിട്ടനിൽ നിന്നുള്ള റെഡ് ആരോസുമാണ് സൈനിക വാണിജ്യ വിമാനങ്ങൾ ഉപയോഗിച്ച് അഭ്യാസം നടത്തുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച പൈലറ്റുമാരാണ് ബോയിങ്ങിന്റെ സൂപ്പർ ഹോർനെറ്റ്, യുദ്ധവിമാനമായ ടൈഫൂൺ തുടങ്ങിയവയുടെ അഭ്യാസങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇതിനു പുറമെ എയർ ഷോയുടെ ഭാഗമായി നടക്കുന്ന വിവിധ രാജ്യങ്ങളിലെ വിമാന കമ്പനികളുടെ ട്രേഡ് ഷോയും ഏറെ സജീവമാണ്. അമേരിക്കയുടെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിനും ആതിഥേയരായ UAEക്കു മാത്രമാണ് പ്രദർശനമേളയിൽ പ്രത്യേകം ഭാഗം നിശ്ചയിച്ച് പവലിയനുകൾ ഒരുക്കിയത്. പശ്ചിമേഷ്യൻ മേഖലയിലെ വിമാന വ്യാപാര രംഗത്ത് സാന്നിധ്യം ഉറപ്പുവരുത്തുവാനുള്ള അമേരിക്കയുടെ ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും വിലയിരുത്തപ്പെടുന്നു. The US companies have to find new markets, and the DoD knows that there is money here as well, so they also would like to win some contracts. വിവിധ വിമാന കമ്പനികൾ തമ്മിലുള്ള വ്യാപാരവും പൊടിപൊടിക്കുന്നുണ്ട്. എയർബസുമായും ബോയിങ്ങുമായും എമിറേറ്റ്സ് 200 വിമാനങ്ങൾക്ക് വേണ്ടി $99 ബില്യൺ കച്ചവടം കഴിഞ്ഞ ദിവസം ഉറപ്പിച്ചിരുന്നു. ഇങ്ങനെ ഒരേ സമയം കൗതുകവും പ്രതീക്ഷയും നൽകിയാണ് 4 ദിവസം മുന്നേ ആരംഭിച്ച ദുബായ് എയർ ഷോ നാളെ അവസാനിക്കുക. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്. എയർപോർട്ട് യാത്രക്കാരുടെ യാത്ര കൂടുതൽ സൗകര്യപ്രദമാക്കാൻ അബുദാബി എയർപോർട്ട് സർവീസ് ഇന്നു മുതൽ എയർപോർട്ട് ഓൺലി ടാക്സിക്ക് തുടക്കം കുറിച്ചു. ആദ്യഘട്ടമായി ഡ്രൈവറെ കൂടാതെ 6 യാത്രക്കാർക്ക് ഇരിക്കാവുന്ന 200 മെഴ്സിഡസ് ബീറ്റോ കാറും ഡ്രൈവറെ കൂടാതെ 4 യാത്രക്കാർക്ക് ഇരിക്കാവുന്ന 50 ടൊയോട്ട കാമറി കാറും ആണ് ഓട്ടം തുടങ്ങിയത്. 6 യാത്രക്കാർക്ക് ഇരിക്കാവുന്ന മെഴ്സിഡസ് ബീറ്റോ മിനിമം 25 ദിർഹവും 4 പേർക്ക് ഇരിക്കാവുന്ന ടൊയോട്ട കാമറി മിനിമം 20 ദിർഹവുമാണ് ചാർജ്. പിന്നീട് വരുന്ന ഓരോ കിലോമീറ്ററിനും പകൽ സമയത്ത് 1.5 ദിർഹവും രാത്രി 10-ന് ശേഷം 1.69 ദിർഹവുമായിരിക്കും ചാർജ്. രാജ്യത്തിന്റെ മതേതര സ്വഭാവം നിലനിർത്തുന്നതിനുതകുന്ന പ്രവർത്തനങ്ങളാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ മതേതരമെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾ അനുവർത്തിക്കേണ്ടതെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ T. ആരിഫ് അലി പറഞ്ഞു. സാമ്രാജ്യത്വം, ഫാഷിസം, അഴിമതി എന്നിവയാണ് സമൂഹം നേരിടുന്ന പ്രധാന പ്രതിസന്ധിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സലാല IMA ഹാളിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി അമീർ. രാജ്യത്തിൻ്റെ മതേതര സ്വഭാവം യഥാവിധി നിലനിൽക്കുന്നതിനാവശ്യമായിട്ടുള്ള പരിശ്രമങ്ങൾ രാജ്യത്ത് നടക്കേണ്ടതുണ്ടെന്നും സെക്കുലർ പാർട്ടികൾ അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്നുമാണ് ജമാഅത്തെ ഇസ്ലാമി അടുത്ത തെരഞ്ഞെടുപ്പിനെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഇപ്പോൾ തന്നെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ വ്യത്യസ്ത സെക്കുലർ പാർട്ടികളുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകകപ്പിനായുള്ള ലേലത്തിൽ പരാജയപ്പെട്ടവർ ഖത്തറിന്റെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് അറ്റോർണി ജനറൽ ഡോക്ടർ അലി ബിൻ ഫതായിസ് അൽമാരി. ദ ഗാർഡിയൻ പത്രത്തിൽ നേപ്പാൾ തൊഴിലാളികളെക്കുറിച്ച് വന്ന റിപ്പോർട്ട് ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. റിപ്പോർട്ടിൽ പറയപ്പെട്ട തൊഴിലാളികൾ ഇന്നും ഖത്തറിലുണ്ടെന്നും സത്യാവസ്ഥയെക്കുറിച്ച് അന്വേഷണം നടന്നുവരികയാണെന്നും അൽമാരി പറഞ്ഞു.
റിപ്പോർട്ടിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയുന്ന പക്ഷം നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അൽമാരി കൂട്ടിച്ചേർത്തു. പിയാനോയിൽ ഇന്ദ്രജാലം കാട്ടി പ്രശസ്ത ഉപകരണ സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസി മസ്കത്തിന് സമ്മാനിച്ചത് വേറിട്ടൊരു സംഗീത വിരുന്നായിരുന്നു. ദാസെത്ത് ഇന്ത്യൻ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലായിരുന്നു ഈ മലയാളി സംഗീതകാരന്റെ മിന്നുന്ന പ്രകടനം. പിയാനോയിൽ ബ്ലൂസ് എന്ന അപൂർവ കോമ്പോസിഷൻ വായിച്ചാണ് സ്റ്റീഫൻ ദേവസി ആദ്യം സദസ്സിനെ ഞെട്ടിച്ചത്. പിന്നെ AR റഹ്മാന്റെയും ഇളയരാജയുടെയും ജനപ്രിയ ഗാനങ്ങൾ ഒന്നൊന്നായി ഉപകരണ സംഗീതത്തിന്റെ മിഴിവിൽ ഒഴുകിയെത്തി. പാട്ടിനൊത്ത് ചൂടുവെക്കാൻ ആസ്വാദകരെ ക്ഷണിച്ചപ്പോൾ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീദേവി P. തഷ്ണത്ത് പോലും നൃത്തച്ചൂടുമായി വേദിയിലെത്തി. പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇന്ത്യൻ അംബാസിഡർ JS ഉദ്ഘാടനം ചെയ്തു. നവറാസിലെ ഇവന്റ് വിഭാഗം മേധാവി മുഹത്തസിം ബിൻ സജ്ജാലി മുഖ്യാതിഥിയായിരുന്നു. നിഷാദ് പടിയാരത്ത്, മിഥുൻ മുകുന്ദ്, ബെറ്റ്സി വാട്സൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. മീഡിയ 1 മസ്കത്ത്. കുവൈത്തിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് പല സ്ഥലത്തും വൈദ്യുതി മുടങ്ങി. ജലീബ്, സാൽമി തുടങ്ങിയ പ്രദേശങ്ങൾ മണിക്കൂറുകളോളം ഇരുട്ടിലായി. പല സ്ഥലത്തും 3 മണിക്കൂറിലധികം കഴിഞ്ഞാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടത്. സബ്സ്റ്റേഷനിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടത്. ഇലക്ട്രിക് എമർജൻസി കൺട്രോൾ റൂമിലേക്ക് വിവരം അറിയിച്ചിരുമെങ്കിലും ഭൂമിക്കടിയിലൂടെ പോകുന്ന പ്രധാന കേബിളുകളിലുണ്ടായ തടസ്സം പരിഹരിക്കുന്നതിന് കാലതാമസം നേരിടുകയായിരുന്നു. ദുബായിലെ നീന്തൽക്കുളത്തിൽ 9 വയസ്സുകാരൻ മുങ്ങിമരിച്ച സംഭവത്തിൽ കുറ്റാരോപിതയായ മലയാളി യുവതിയെ കോടതി കുറ്റവിമുക്തയാക്കി. കൂട്ടുകാരന്റെ അമ്മയായ യുവതി കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദിയാണ് എന്നത് തെളിയിക്കാനാവാത്തതിനാലാണ് കോടതി ഇവരെ വെറുതെ വിട്ടത്. 2012 ജൂൺ 26-നാണ് കേസിന് ആസ്പദമായ സംഭവം. എറണാകുളം സ്വദേശി ബോണി ജോസഫ് സീനിയറിന്റെ മകൻ ബോണി ജോസഫ് ജൂനിയറാണ് കൂട്ടുകാരന്റെ പിറന്നാൾ ആഘോഷത്തിനിടെ നീന്തൽക്കുളത്തിൽ വീണ് മരിച്ചത്. റിയാദ് മെട്രോയെ അടുത്തറിയാൻ വിപുലമായ ജനസമ്പർക്ക പരിപാടികൾ ആരംഭിച്ചു. വിവിധ ഷോപ്പിംഗ് മാളുകൾ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം. മെട്രോയുടെ നിർമ്മാണം മുതലുള്ള പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് ക്യാമ്പയിൻ നടക്കുന്നത്. അടുത്ത വർഷം ആദ്യത്തിൽ നിർമ്മാണം തുടങ്ങാനിരിക്കെയാണ് പദ്ധതിയുടെ വിവിധ വശങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മെട്രോ അധികൃതർ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. റിയാദ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ തലസ്ഥാന നഗരിയിലെ പ്രധാന ഷോപ്പിംഗ് മാളുകളിൽ കൂറ്റൻ ടെലിവിഷൻ സ്ക്രീൻ സജ്ജീകരിച്ചാണ് പ്രചാരണം. 176 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി 4 മെഗാ സ്റ്റേഷനുകളും 85 സബ് സ്റ്റേഷനുകളും നിർമ്മിക്കും. നീല, പച്ച, ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്, പർപ്പിൾ നിറങ്ങളിലായി 6 ലൈനുകളുണ്ടാകും. 4 വർഷം കൊണ്ട് പണി പൂർത്തിയാകുന്ന മെട്രോ തുടർന്നുള്ള 4 മാസം പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടും. കുടുംബങ്ങൾക്കും സ്ത്രീകൾക്കും പ്രത്യേക കോച്ചുകൾ ഉൾപ്പെടെ നൂതനമായ സൗകര്യങ്ങളാണ് മെട്രോയിൽ വിഭാവന ചെയ്തിരിക്കുന്നത്. പ്രചാരണത്തിനായി ഇപ്പോൾ റിയാദ് ഗാലറിയിൽ ഒരുക്കിയ സൗകര്യം വ്യാഴാഴ്ചയോടെ തക്കസുസി റോഡിലെ പനോരമ മാളിലേക്ക് നീങ്ങും. പിന്നീട് ഒത്തൈം മാൾ, സലാം മാൾ എന്നിവിടങ്ങളിലും പ്രചാരണം നടക്കും. 2250 കോടി US$ ചെലവാണ് പദ്ധതിക്ക് പ്രതീക്ഷിക്കുന്നത്. സൗദി തലസ്ഥാന നഗരിയിലെ ഗതാഗത രംഗത്തെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ബൃഹത് പദ്ധതി 2018 യാഥാർത്ഥ്യമാകും. KCM അബ്ദുള്ള, മീഡിയ 1 റിയാദ്. ബഹ്റൈനിൽ KIG സംഘടിപ്പിക്കുന്ന ജീവിത ദർശനം സ്നേഹസംഗമം നാളെ രാത്രി 8 മണിക്ക് കേരളീയ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ നടക്കും. ബഹ്റൈൻ പാർലമെന്റ് സ്പീക്കർ ഖലീഫ അദറാനി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ ഫാദർ ജിഫി ഫ്രാൻസിസ് മേക്കാട്ടുകുളം, സ്വാമി അനപേക്ഷാനന്ദ, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്നിവർ പ്രഭാഷണം നടത്തും. ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അത്യാധുനിക കാലാവസ്ഥാ പ്രവചന ഉപകരണം പിടിപ്പിക്കാൻ തീരുമാനിച്ചു. കാലാവസ്ഥയിലുണ്ടാകുന്ന സൂക്ഷ്മ വ്യതിയാനങ്ങൾ വരെ കാലേക്കൂട്ടി അറിയാൻ കഴിയുന്നതാണ് പുതിയ സംവിധാനം. ഖത്തറിലെ മുഴുവൻ വ്യവസായങ്ങൾക്ക് കൂടി പ്രയോജനം നൽകുന്നതായിരിക്കും പുതിയ ഉപകരണമെന്ന് എയർപോർട്ട് അധികൃതർ വ്യക്തമാക്കി. ബഹ്റൈനിൽ കാലാവസ്ഥാ മാറ്റത്തോടനുബന്ധിച്ച് കനത്ത മഴ പെയ്തു. രാജ്യത്ത് 1997 മുതലുള്ള കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ മഴ കിട്ടിയത് ഈ വർഷം ഈ മാസത്തിലാണ്. 2 ദിവസങ്ങളിലായി ബഹ്റൈനിൽ പ്രവാസികൾ അനുഭവിച്ചത് കർക്കിടക മാസത്തിലെ മഴയുടെ പ്രതീതിയാണ്. ഇടിയും മിന്നലും സഹിതം കനത്തു പെയ്ത മഴയിൽ റോഡുകളിൽ വെള്ളക്കെട്ടുകളുണ്ടായി. ഗതാഗതം പലയിടത്തും തടസ്സപ്പെട്ടു. കാലാവസ്ഥാ മാറ്റത്തോടനുബന്ധിച്ചെത്തിയ മഴയോടൊപ്പം നേരിയ തണുപ്പുമെത്തി. ഇടിയോടുകൂടിയ മഴയ്ക്ക് നാളെയും സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കടലിൽ പോകുന്നവർ ആവശ്യമായ ജാഗ്രത സ്വീകരിക്കണമെന്നും റോഡിൽ അപകടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധാപൂർവം വാഹനങ്ങൾ ഓടിക്കണമെന്നും ബന്ധപ്പെട്ടവർ നിർദ്ദേശം നൽകി. മീഡിയ 1 ബഹ്റൈൻ.
സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ യാംബു ഘടകത്തിന്റെ അടുത്ത 2 വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. മൊയ്തീൻ മുത്തന്നൂരിനെ പ്രസിഡന്റായും നജീബ് ഖാൻ തിരുവനന്തപുരം, ഷാജിദ് പുളിക്കൽ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും തെരഞ്ഞെടുത്തു. അബ്ദുൽ വഹാബ് പാലക്കാടാണ് ജനറൽ സെക്രട്ടറി. ഒബൈദ് ഫാറൂഖി, ഹർഷദ് ഐക്കരപ്പടി എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരാണ്. അബ്ദുൾ റൌഫ് വെളിയഞ്ചേരിയാണ് ട്രഷറർ. 2014 ജനുവരി 1 മുതൽ പുതിയ കമ്മിറ്റികൾ നിലവിൽ വരും. തിരുമുറ്റം ഖത്തർ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ തൃക്കൊടിത്താനം സച്ചിദാനന്ദന്റെ സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. നാളെ വൈകുന്നേരം ഇന്ത്യൻ കൾച്ചറൽ സെന്ററിലുള്ള അശോക ഹാളിൽ വെച്ചാണ് പരിപാടി. ശുദ്ധസംഗീതത്തിൽ മാത്രം സംഗീത വിരുന്ന് നടത്തുന്ന ഗായകനാണ് സച്ചിദാനന്ദൻ. പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ച് ഗൾഫ് മാധ്യമം വിചാരവേദി റാക് ചാപ്റ്റർ റാസൽ ഖൈമയിൽ നാളെ ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ നടത്തും. മനാർ മാളിന് സമീപമുള്ള കൾച്ചറൽ സെന്റർ ഹാളിൽ വൈകുന്നേരം 6-ന് തുടങ്ങുന്ന സെമിനാറിൽ സ്തനാർബുദം, ആശങ്കയും പ്രതിവിധിയും, ഹൃദ്രോഗം, അറിഞ്ഞിരിക്കേണ്ടവ, കുട്ടികളുടെ ആരോഗ്യം എന്നീ വിഷയങ്ങളിൽ ഡോക്ടർ എം പി ലൗലി, ഡോക്ടർ NK അബൂബക്കർ, ഡോക്ടർ ബാബു ഹർഫാൻ എന്നിവർ ചർച്ച നയിക്കും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗൾഫിലെ ആദ്യ ഷോറൂം നാളെ മസ്കത്തിൽ ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരം കാവ്യ മാധവൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കുമെന്ന് സംരംഭകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വർണ്ണാഭരണ നിർമ്മാണ മൊത്തവ്യാപാര മേഖലയിലെ പ്രമുഖരായ PPM ചെയിനിന്റെ റീറ്റെയിൽ ബ്രാൻഡാണ് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കേരളത്തിൽ 6 ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ ഗൾഫിലെ ആദ്യ ശാഖയാണ് നാളെ മസ്കത്തിലെ റൂവി ഹൈസ്ട്രീറ്റിൽ തുറക്കുന്നത്. വാണിജ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി എഞ്ചിനീയർ അഹമ്മദ് ഹസൻ അൽദീബ് ഉദ്ഘാടനം നിർവഹിക്കും. സിനിമാ താരം കാവ്യ മാധവൻ മുഖ്യാതിഥിയായിരിക്കും. ഡിസംബറിൽ ബഹ്റൈനിലും അടുത്ത വർഷം ഖത്തറിലും ശാഖകൾ തുറക്കും. ഒമാനിലെ സൊഹാറിലും സലാലയും ശാഖ തുറക്കാൻ പദ്ധതിയുണ്ടെന്ന് ചെയർമാൻ PP മുഹമ്മദ് അലി, ഡയറക്ടർ ബഷീർ അഹമ്മദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് 2014 സോഹാർ, സലാല എന്നിവിടങ്ങളിൽ പുതിയ ബ്രാഞ്ച് തുടങ്ങാനുള്ള പദ്ധതികൾ ഇട്ടിട്ടുണ്ട്. കേരളത്തിലും പുതിയ ഷോറൂമുകൾ നിലവിൽ വരും. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് സ്വർണം കൊണ്ടുപോകുന്നതിന് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണം ഗൾഫിലും നാട്ടിലും സ്വർണ്ണ വിപണിയെ ബാധിച്ചിട്ടുണ്ടെന്ന് ഇവർ ചൂണ്ടിക്കാട്ടി. ജനറൽ മാനേജർ ബൻസീർ, ഡയറക്ടർമാരായ മുഹമ്മദ് സലീം, സിദ്ദീഖ് ഹസൻ, PP അഫ്സൽ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 മസ്കത്ത്. ഇനി ഇന്നത്തെ സ്വർണ്ണവിലയും കറൻസി നിലവാരവും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആര് എപ്പോൾ എവിടെ ചാടുമെന്ന് പറയാനാവില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. എല്ലാവരും വേലിപ്പുറത്തു തന്നെയാണ്. UDFന്റെ പ്രവർത്തനത്തിലുള്ള അതൃപ്തി സംസ്ഥാന സമിതി ചർച്ച ചെയ്തിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. UDFിൽ അല്പം കൂടി ഇംപ്രൂവ് ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്. അത് സംബന്ധിച്ചൊക്കെ പല ചർച്ചകളും നടന്നിരിക്കാം. അസംതൃപ്തിയൊക്കെ ചർച്ചയിൽ വന്നിരിക്കാം. എന്ന് വിചാരിച്ചാൽ ഒറ്റ ചാട്ടം ചാടാൻ പോകുകയാണെന്നാണോ എൻ്റെ അർത്ഥം? ഇന്ത്യ രാജ്യത്ത് ഇപ്പം ആരെവിടക്കൊക്കെ ചാടുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എല്ലാവരും വേലിപ്പുറത്തിരിക്കുന്ന സ്ഥിതിയാണ്. തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടിയെ സജ്ജമാക്കാൻ CPM സംസ്ഥാന കമ്മിറ്റിയിൽ തീരുമാനം. ബൂത്ത് തലം മുതൽ കമ്മിറ്റികൾ രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനും തീരുമാനമായിട്ടുണ്ട്. VSന്റെ അച്ചടക്ക ലംഘനവും പ്ലീനം രേഖയിൽ ഉൾപ്പെടുത്തണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടുവെങ്കിലും പരിശോധിച്ച് തീരുമാനിക്കാമെന്ന് പിണറായി വിജയൻ മറുപടി നൽകി. പ്ലീനത്തിൽ അവതരിപ്പിക്കേണ്ട സംഘടനാ രേഖയ്ക്ക് കമ്മിറ്റി അംഗീകാരം നൽകി. ശരണവഴിയിൽ ബ്രോട്ട് യു ബൈ ബിജോറ ഹോം കെയർ പ്രോഡക്ട്സ്. ശാസ്ത കർപ്പൂരം, ഗംഗാജലം പോലെ നിർമ്മലം. ശബരിമലയിൽ ഇതര സംസ്ഥാന തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കോൾ സെന്റർ ആരംഭിക്കും. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും സന്നിധാനത്തിലെ വിവരങ്ങൾ അറിയാൻ കഴിയുന്നതാണ് കോൾ സെന്റർ. സന്നിധാനത്തിലെ തിരക്ക്, വഴിപാടുകൾ, താമസ സൗകര്യം, ട്രെയിൻ സമയം എന്നിവയെക്കുറിച്ച് തത്സമയ വിവരങ്ങൾ സെന്ററിലൂടെ ലഭ്യമാകും. ഇതര ഭാഷക്കാർക്ക് അതാത് ഭാഷകളിലായിരിക്കും വിവരങ്ങൾ ലഭിക്കുക. കോൾ സെന്റർ പൂർണ്ണതോതിൽ പ്രാവർത്തികമാകുന്നതോടെ അയ്യപ്പ ഭക്തർക്ക് കൂടുതൽ സൗകര്യമാവും. 25 ലക്ഷത്തിലധികം ടിൻ അരവണയും 3.5 ലക്ഷത്തോളം പാക്കറ്റ് അപ്പവും ശേഖരിച്ചു കഴിഞ്ഞു. കുന്നാർ ഡാമിന്റെ സംഭരണശേഷി വർദ്ധിപ്പിച്ച് സന്നിധാനത്തേക്ക് ഉപയോഗപ്പെടുത്തുന്ന കാര്യവും ദേവസ്വം ബോർഡിന്റെ പരിഗണനയിലാണ്. ഉരക്കുഴി ഭാഗത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന ജലസംഭരണി പൂർത്തിയാവുന്നതോടെ സന്നിധാനത്തെ ജലദൗർലഭ്യം ഇല്ലാതാക്കാനും നടപടി ആരംഭിച്ചു.
5 ലക്ഷം ടൺ വരെ മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള പ്ലാന്റ് സന്നിധാനത്ത് പൂർത്തിയായി വരുന്നു. മീഡിയ 1 പത്തനംതിട്ട. ബംഗളൂരുവിൽ ATMൽ വെച്ച് ആക്രമിക്കപ്പെട്ട യുവതിക്ക് പക്ഷാഘാതം. യുവതിയുടെ ശരീരത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തളർന്നതായി ഡോക്ടർമാർ അറിയിച്ചു. തലയ്ക്കും മൂക്കിനുമേറ്റ പരിക്ക് ഗുരുതരമാണ്. തലയിൽ ഒന്നിലധികം മുറിവുകളുണ്ട്. പ്രഥമ ശാന്താദേവി പുരസ്കാരം മീഡിയ 1 സീനിയർ ന്യൂസ് എഡിറ്റർ KR ഗോപികൃഷ്ണൻ ഏറ്റുവാങ്ങി. 24 ഫ്രെയിം മീഡിയയും ശാന്താദേവിയുടെ കുടുംബാംഗങ്ങളുമാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. മേയർ AK പ്രേമജം പരിപാടി ഉദ്ഘാടനം ചെയ്തു. കലാ സാംസ്കാരിക രംഗത്തെ മറ്റ് അവാർഡുകളും വിതരണം ചെയ്തു. ഇവിടെ എല്ലാവരും ശാന്താദേവി എന്ന അഭിനേത്രിയുടെ എന്ന വ്യക്തിയുടെ ധൈര്യതയെക്കുറിച്ച് ഈ പരിപാടിയിൽ കോഴിക്കോട്ടെ സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ ട്രാഫിക് നിയന്ത്രിക്കുന്നത് കോളേജ് വിദ്യാർത്ഥികളാണ്. പഠനത്തോടൊപ്പം അല്പം സേവനവും അതാണ് ഈ വിദ്യാർത്ഥിനികൾ മുന്നോട്ട് വയ്ക്കുന്നത്. മാനാഞ്ചിറ BM സ്കൂളിന് മുന്നിലുള്ള ഈ റോഡ് മുറിച്ചു കടക്കാൻ കുറച്ച് സാഹസപ്പെടണം. സീബ്ര ലൈൻ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടെ തിരക്കുള്ള സമയങ്ങളായ രാവിലെയും വൈകിട്ടും ഈ പെൺകുട്ടികൾ ട്രാഫിക് നിയന്ത്രിക്കും. രാവിലെ 8:30 എത്തും. തിരക്കൊഴിഞ്ഞ് 9:30 കോളേജിലേക്ക് പോകും. വൈകിട്ട് 3 മണിയാകുമ്പോൾ തന്നെ ഇവർ തിരിച്ചെത്തും. ഞങ്ങളെ കോളേജ് റെഡ് ക്രോസിൽ അംഗമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിസരത്തുള്ള എല്ലാ ഈ കോഴിക്കോട് കോളേജിൽ മാത്രമേ ഈ സോഷ്യൽ വർക്ക് നടക്കുന്നുള്ളൂ. MES വുമൻസ് കോളേജിൽ മാത്രം. സഹായിക്കാൻ പോലീസ് ഉണ്ടെങ്കിലും ട്രാഫിക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഇവർക്ക് തന്നെയാണ്. യൂത്ത് റെഡ് ക്രോസിന്റെ ഭാഗമായാണ് ഇവർ ഈ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. MES വിമൻ കോളേജിലെ 8 കുട്ടികളടങ്ങുന്ന സംഘമാണ് ഒരു സ്ഥലത്തെ ട്രാഫിക് നിയന്ത്രിക്കുക. പഠനത്തോടൊപ്പം സേവനത്തിനും മനസ്സ് കണ്ടെത്തുകയാണ് ഈ കുട്ടികൾ. മീഡിയ 1 കോഴിക്കോട്. ഇതോടെ ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് പൂർണ്ണമാവുന്നു. നമസ്കാരം.